വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് ഒരു തിരുവെഴുത്ത് വായിച്ച് ഇപ്പോഴത്തെ ഈ സമകാലീന സംഭവങ്ങളുമായിട്ട് കോർത്തിണക്കി ചില ചിന്തകൾ ചിന്തേറിട്ട് അവസാനിപ്പിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന് ആധാരമായിട്ട് വെളിപ്പാട് പുസ്തകം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം വായിക്കും. നമുക്ക് പ്രാർത്ഥനയോടെ ഈ വചനം ശ്രദ്ധിക്കാം. വെളിപ്പാട് പുസ്തകം 3:10. സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല നിമിഷങ്ങൾക്ക് നന്ദി. ഇന്ന് രാത്രി ഞങ്ങളെ വായിച്ചു കേൾപ്പിച്ച ദൈവവചനത്തിനായിട്ടും കർത്താവിനെ സ്തുതിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഈ വചനം ഞങ്ങൾക്ക് വിഭാഗിച്ച് നൽകണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. നല്ല പാട്ടുകൾക്കായിട്ടും നന്ദി. യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് 3-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യമാണ് ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഞാൻ ഈ കോവിഡ് സമയത്ത് COVID-19 കാലഘട്ടത്തിൽ നമുക്കറിയാമല്ലോ, ഏകദേശം 1 വർഷം പിന്നിടുകയാണ്. കഴിഞ്ഞ ഡിസംബർ മാസത്തോടുകൂടെ ഇത് രംഗപ്രവേശനം ചെയ്തു. ഈ ഡിസംബർ മാസമായപ്പോൾ 1 വർഷം യേശുവയുടെ കാലത്ത് 10 പടി പിറകോട്ട് പോയി എന്ന് പറഞ്ഞതുപോലെ 1 വർഷം ചരിത്രത്തിൽ പിറകോട്ട് പോയി എന്ന് വേണമെങ്കിൽ പറയാം. AD BC എന്ന കഴിഞ്ഞ കാലങ്ങളിൽ തിരിച്ചിരുന്ന ചരിത്രം ഇനിയുള്ള കാലങ്ങളിൽ കൊറോണയ്ക്ക് മുൻപും കൊറോണയ്ക്ക് ശേഷവും എന്നായിരിക്കും ഒരുപക്ഷെ അറിയപ്പെടുക. എന്തായാലും ചരിത്രത്തിൻ്റെ ഒരു ഭാഗമായി തീരാനുള്ള ഒരവസരം എനിക്കും നിങ്ങൾക്കും ഉണ്ടായി. ഈ കഴിഞ്ഞ 1 വർഷം ലോകത്തിൽ നടന്ന ഒരു കാര്യങ്ങളും ഇനി വരാൻ പോകുന്ന തലമുറയോട് പറഞ്ഞാൽ അവരതൊന്നും വിശ്വസിക്കുവാൻ പോലും സാധ്യതയില്ലാത്ത സംഭവ പരമ്പരകളാണ് കഴിഞ്ഞ കാലങ്ങളിൽ ലോകത്തിൽ നടന്നിട്ടുള്ളത്. പുറത്തിറങ്ങാൻ വയ്യാത്ത ആരാധനാലയങ്ങളും അതുപോലെ സിനിമാശാലകളുമൊക്കെ അടച്ചിടുന്നതടക്കമുള്ള ധാരാളം കാര്യങ്ങൾ നമ്മൾ ലോകത്തിൽ കണ്ടു കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ സംഭവിക്കുമോ ലോകത്തിൽ എന്ന് ഇനി വരും തലമുറകൾ ഒരുപക്ഷെ ചിന്തിച്ചു പോയേക്കാം. ഈ തരുണത്തിൽ ഈ വചനത്തിന് വളരെ പ്രസക്തിയുണ്ട്. എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ കഴിഞ്ഞ COVID-19 സമയത്ത് വീടുകളിൽ സ്വസ്ഥമായിരുന്ന് എഴുതുകയും വായിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ജീവിതത്തിനിടയിൽ നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് വാട്സാപ്പിലോട്ട് വരുന്ന ആനുകാലിക സംഭവങ്ങളെ കോർത്തിണക്കി വരുന്ന നിരവധി വാക്യങ്ങളിൽ ആവർത്തിച്ച് മൊബൈലിൽ പ്രത്യക്ഷപ്പെട്ട 2 വാക്യങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഒന്ന് വെളിപ്പാട് പുസ്തകം 3:10, 2 യെശയ്യാ പ്രവചനം 26:20 ഈ 2 വാക്യങ്ങളിൽ യെശയ്യാവ് 26:20 ലോക്ക്ഡൗൺ എന്ന പേരിൽ ഞാൻ വിശ്വാസികൾക്ക് വേണ്ടി ഒരു മെസ്സേജ് തയ്യാറാക്കി കഴിഞ്ഞ കാലങ്ങളിൽ പ്രസംഗിച്ചിരുന്നു. ഇത് ഞാൻ പുറത്തുള്ള ആളുകൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടാത്തവരെയും രക്ഷിക്കപ്പെട്ടവരുടെ ആത്മീക ഒരുക്കങ്ങൾക്ക് വേണ്ടിയിട്ടും ഒരുക്കിയെടുത്ത ഒരു മെസ്സേജാണ്. ഈ പ്രസംഗത്തിന് മുന്നറിയിപ്പുകൾ എന്നാണ് ഞാൻ പേരിട്ടിരിക്കുന്നത്. പണ്ട് കാലങ്ങളിൽ ഞാൻ ട്രാക്റ്റ് ഒത്തിരി കൊടുക്കുന്ന ഒരു ശീലം എനിക്കുണ്ടായിരുന്നു. കേരളത്തിലുള്ള 465 പരം സിറ്റികളിൽ ഞാൻ ട്രാക്റ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലെ 26 സംസ്ഥാനങ്ങളിലും പോയി ട്രാക്റ്റ് കൊടുക്കുകയും പ്രസംഗിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ട്രാക്റ്റ് കൊടുക്കുന്നത് എനിക്കൊരു ഭയങ്കര ആവേശമുള്ള കാര്യമാണ്. പണ്ട് കാലങ്ങളിൽ ട്രാക്റ്റ് കൊടുക്കുമ്പോൾ അപകട സൂചനകളെ അവഗണിക്കരുത് എന്ന പേരിൽ ഒരു ട്രാക്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ ലൈസൻസ് എടുക്കാൻ വേണ്ടി നമ്മൾ ചെല്ലുമ്പോൾ അവിടെ ഒരു ബാനറിൽ കുറച്ച് ചിത്രങ്ങൾ കാണാം. ആ എംബ്ലമൊക്കെ പുനരാവിഷ്കരിച്ച ഒരു ലഘുലേഖയാണ് അപകട സൂചനകളെ അവഗണിക്കരുത്. അതൊരു മുന്നറിയിപ്പാണ്. അത് അവഗണിച്ചാൽ അപകടം നിശ്ചയമാണ് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പം അങ്ങനെ ഈ മെസ്സേജിൽ ഈ 2 വാക്യങ്ങളും യെശയ്യാവ് 26:20 എൻ്റെ ജനമേ വന്ന് നിൻ്റെ അറകളിൽ കടന്ന് ക്രോധം കടന്നു പോകുവോളം ഒളിച്ചിരിക്കുക അല്പനേരത്തേക്ക് എന്നാണ്. ഇവിടെയും വായിക്കുന്ന സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂതലത്തിൽ എങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. ഈ 2 വാക്യങ്ങളും എപ്പോഴാണ് നമ്മുടെ ആളുകൾ എടുത്ത് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ചിന്തിക്കാറുള്ളത് എന്ന് ചോദിച്ചാൽ, ഈ സഭ മഹാപീഡന കാലത്തിന് മുൻപാണോ എടുക്കപ്പെടുന്നത് അതോ സഭ മഹാപീഡന കാലത്തിന് ശേഷമാണോ എടുക്കപ്പെടുന്നത് എന്ന സംവാദങ്ങൾക്ക് വേണ്ടിയാണ് ഈ 2 വാക്യങ്ങളും ആളുകൾ പൊതുവെ എടുത്ത് ഉപയോഗിക്കാറുള്ളത്. ഈ വാക്യം തന്നെ അതിൽ ഒരെണ്ണം ഞാൻ എടുത്തത് കൊണ്ട് ശ്രോതാക്കളായി നിങ്ങൾ ചിന്തിക്കും, എന്നാൽ പിന്നെ അതിൻ്റെ ബാക്കി ഭാഗം കേട്ടുകൂടാ. ഞാൻ അതിലേക്ക് തിരിയുന്നില്ല. കാരണം
സഭ മഹാപീഠത്തിൽ കൂടി കടന്നു പോകുമോ ഇല്ലയോ എന്നുള്ള സംവാദങ്ങൾക്ക് മറുപടി പറയാനല്ല ഞാനിവിടെ നിൽക്കുന്നത്. എങ്കിലും ആ വിഷയം സംബന്ധിച്ച് എനിക്കൊരു സ്റ്റാൻഡ് ഉണ്ട്, അത് പറഞ്ഞിട്ട് മുൻപോട്ട് പോകാം എന്ന് വിചാരിക്കുന്നു. എന്നെ ധാരാളം ആളുകൾ സംവാദങ്ങൾക്ക് വേണ്ടി വിളിക്കാറുണ്ട്. പാസ്റ്റർ സെക്കൻഡ് കമ്മിങ് പ്രസംഗിക്കുന്ന ആളാണല്ലോ, അതുകൊണ്ട് സഭ മഹാപീഠത്തിൽ കൂടി കടന്നു പോകുമോ ഇല്ലയോ ഒന്ന് വന്ന് സംവാദത്തിലേർപ്പെടാമോ എന്ന് വിളിക്കാറുണ്ട്. ഇന്ന് വരെ ഞാൻ പോയിട്ടില്ല. അതിൻ്റെ രണ്ട് കാരണങ്ങൾ: ഒന്ന്, ഞാൻ പണ്ടെങ്ങാണ്ട് പോയ 2 സംവാദങ്ങളിലും ഞാൻ തോറ്റു തുന്നമ്പാടി. അതെനിക്കൊരു നല്ല അനുഭവമാണ്, അതുകൊണ്ട് ഞാൻ പോയിട്ടില്ല. ഈ വിളിക്കുന്നവർക്കൊരു ചിന്തയുണ്ട്, എനിക്ക് ഏതാണ്ടൊരു കഴിവുണ്ടായിരിക്കുമെന്ന്. പക്ഷേ എനിക്കിതുവരെ തോന്നിയിട്ടില്ല. ഒരു സംവാദത്തിന് പോയിട്ട് ജയിച്ച് കയറി വരാം എന്നൊരു ആത്മധൈര്യം എനിക്കില്ലാത്തത് കൊണ്ട് ഞാനിതുവരെ പോയിട്ടില്ല. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ച് ഉയരരുതല്ലോ, അതുകൊണ്ടാണ് ഞാൻ പോകാത്തത്. രണ്ടാമത്, ഞാൻ പഠിച്ചിടത്തോളം ദൈവശാസ്ത്രപരമായ പല വിഷയങ്ങൾ, ആഭരണം ധരിക്കുന്നതാകട്ടെ, അന്യഭാഷയാകട്ടെ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഈ സംവാദം നടത്തി കുറച്ച് നാൾ മുന്നോട്ട് പോകാം എന്നുള്ളതല്ലാതെ ഒരു തീർപ്പ് കൽപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. കാരണം രണ്ടും 2 പക്ഷത്ത് തന്നെ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കഴിവുള്ള ആളുകൾ അങ്ങനെ പോകട്ടെ. പിന്നെ ഞാൻ അതിന് ഫൈനൽ ആയിട്ട് പറയുന്നത് രസകരമായ മറ്റൊരു ജീവിതാനുഭവമാണ്. ഞാൻ ഒരു ബൈബിൾ കോളേജിൽ വർഷങ്ങൾക്ക് മുൻപ് പഠിപ്പിച്ചിരുന്നു, ഇപ്പോഴും പഠിപ്പിക്കുന്നുണ്ട് പലയിടത്തും. അതിൽ വളരെ വർഷങ്ങൾക്ക് മുൻപ് എനിക്കൊരു പ്രബന്ധം അവതരിപ്പിക്കുവാനായിട്ട് കിട്ടിയിരുന്നു. ആ പ്രബന്ധത്തിൻ്റെ പേര് സഭ മഹാപീഠത്തിൽ കൂടി കടന്നു പോകുമോ ഇല്ലയോ എന്നുള്ളതാണ്. വളരെ കഷ്ടപ്പെട്ട 28 പുസ്തകങ്ങൾ ഞാൻ മൂവാറ്റുപുഴ ലോഗോസിലൊക്കെ ചെന്ന് മേടിച്ച് എറണാകുളത്തൊക്കെ വന്ന് പഠിച്ച് ആദ്യത്തെ ഒരു പ്രബന്ധമല്ലേ, കഴിവുള്ളിടത്തോളം പരിശ്രമിച്ചു. രാവിലെ 11 മണിക്ക് വായിക്കാൻ തുടങ്ങി. ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ധനമന്ത്രി വെള്ളം കുടിക്കുന്ന പോലെ എത്ര കുപ്പി വെള്ളം കുടിച്ചെന്ന് എനിക്ക് പോലും അറിയില്ല. എന്തായാലും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോകാൻ നേരത്തെ എൻ്റെ പ്രതിയോഗിയായിട്ട് എന്ന് പറയുന്നത് എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്ന 1-2 ദൈവദാസന്മാർ പറഞ്ഞു, ശരിക്കും കഴിച്ചോളൂ, ദഹിക്കാനുള്ള സ്കഡ് മിസൈൽ പോലുള്ള ചോദ്യങ്ങൾ ഉച്ച കഴിഞ്ഞ് വരും എന്ന് പറഞ്ഞു. ഞാൻ കഴിക്കാൻ പോയില്ല, നേരെ ലൈബ്രറിയിലേക്ക് പോയി കുറച്ചും കൂടെ പുസ്തകങ്ങൾ വായിച്ച് ഞാൻ ഉത്തരങ്ങൾക്ക് വേണ്ടി തയ്യാറായി. ഉച്ച കഴിഞ്ഞ് 3:30 പ്രബന്ധം അവസാനിച്ചു. അപ്പോൾ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട മോഡറേറ്റർ, ആ ബൈബിൾ കോളേജിൻ്റെ പ്രിൻസിപ്പൽ പറഞ്ഞു, ജോയി പാറയ്ക്കൽ വളരെ മനോഹരമായിട്ട് ഈ പ്രബന്ധം അവതരിപ്പിച്ചിരിക്കുന്നു, സഭ മഹാപീഠത്തിൽ കൂടി കടന്നു പോവുകയില്ല എന്ന് അദ്ദേഹം തെളിയിച്ചിരിക്കുന്നു. ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. അന്നും ഇന്നും എന്നും ആയിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു സമ്മാനം കൊടുക്കാം എന്ന് പറഞ്ഞ് എന്നെ സ്റ്റേജിലോട്ട് വിളിച്ചു. അന്ന് 1650 രൂപ വില വരുന്ന കിങ് ജെയിംസ് വേർഷൻ്റെ ഒരു ബൈബിൾ എനിക്ക് സമ്മാനമായിട്ട് തരുവാൻ വിളിച്ചു. ഹർഷാരവങ്ങൾക്കിടയിൽ ഒരു വേറിട്ട ശബ്ദം മുഴങ്ങി കേട്ടു, പാടില്ല പാടില്ല എന്ന് പറഞ്ഞു. നോക്കിയപ്പോൾ ഒരു പ്രായമായ ദൈവദാസനാണ്. അദ്ദേഹം പറഞ്ഞു, ജോയി പാറയ്ക്കൽ, താങ്കൾ ഈ സമ്മാനമൊക്കെ മേടിച്ചുകൊണ്ട് പൊക്കോളൂ, പക്ഷേ താങ്കളല്ല, ലോകത്തിൽ ആര് പറഞ്ഞാലും സഭ മഹാപീഠത്തിൽ കൂടി കടന്നു പോകും. വീണ്ടും തർക്കങ്ങളായി, വാദങ്ങളായി. ഞാൻ പറഞ്ഞു, അത്യാവശ്യമുള്ള 2 ചോദ്യം ചോദിക്കൂ. അദ്ദേഹം 2 ചോദ്യം ചോദിച്ചു. 2 ഞാൻ മറുപടി പറഞ്ഞു. ഒന്നും അദ്ദേഹത്തിന് തൃപ്തികരമല്ല. അങ്ങനെയാണല്ലോ, മനസ്സിലൊരാശയം ഉണ്ടായാൽ അതിന് അനുകൂലമായ ഘടകങ്ങൾ ഉണ്ടാകാതെ നമുക്ക് യെസ് പറയാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഒടുവിൽ ബുദ്ധിമാനായ ഞങ്ങളുടെ മോഡറേറ്റർ പറഞ്ഞ രസകരവും ചിന്തോദ്ദീപകങ്ങളുമായ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ കിടക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഇനി നമുക്ക് സമയമില്ല, മണി 3:30 എല്ലാവരും പിരിഞ്ഞു പോകാൻ വേണ്ടി ബൈബിളിൻ്റെ സിബും ഇട്ട് തയ്യാറായി ബൈബിൾ കക്ഷത്തിൽ വെച്ചങ്ങനെ ഇരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ നിപ്പ് കണ്ടാൽ അറിയാം, ഇനിയും ഒരു അംഗത്തിന് ബാല്യമുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് വീട്ടിൽ പോകണം. അതുകൊണ്ട് ഞാനൊരു തീരുമാനത്തിലെത്തിക്കാം, സമ്മതമാണോ എന്ന് ചോദിച്ചു. എന്നെ തിയോളജി പഠിപ്പിച്ച അധ്യാപകനായതുകൊണ്ട് ഞാൻ പറഞ്ഞു സമ്മതമാണ്. അദ്ദേഹവും സമ്മതിച്ചു. അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, ജോയി പാറയ്ക്കൽ മഹാപീഠ കാലത്തിന് മുമ്പ് പോകട്ടെ, അപ്പച്ചൻ അത് കഴിഞ്ഞ് വന്നാൽ മതി എന്ന് പറഞ്ഞു. ഒരു ഭയങ്കര കൂട്ടച്ചിരിയാണ് അവിടെ ഉയർന്നത്. എനിക്കിഷ്ടപ്പെട്ടു, കാരണം എനിക്കും വീട്ടിൽ പോകണമല്ലോ. അപ്പം അദ്ദേഹം പറഞ്ഞു, അല്ല അതല്ല സാറേ, അങ്ങനെ അല്ല, ഇരിക്ക്, ജോയി പാറയ്ക്കൽ മഹാപീഠ കാലത്തിന് മുമ്പ് പോട്ടെ, നിങ്ങൾക്കത് കഴിഞ്ഞ് വന്നാൽ മതിയല്ലോ, നിങ്ങളവിടെ ഇരിക്ക്, നിങ്ങളുടെ കാര്യം നിങ്ങൾ തീരുമാനിക്കുക, മറ്റുള്ളവരെ നിങ്ങൾ തടഞ്ഞു നിർത്താതെ. ഇപ്പം ഞാൻ അതാണെന്ന് സ്കൂട്ടായിട്ട് പോകാൻ പലയിടത്തും ഉപയോഗിക്കുന്നത് പറഞ്ഞു. എനിക്കിത് നേരമില്ല. ഞാൻ പറയുന്നത്, എൻ്റെ പൊന്നെ, ഈ 10 മാസം കൊണ്ട് കൊറോണ എന്ന് പറഞ്ഞ മഹാവ്യാധി വന്ന് വീട്ടിന് വെളിയിലിറങ്ങിയില്ല, നമുക്കൊരു പേടിയില്ല എന്നൊക്കെ പറയുമെങ്കിലും മാസ്ക് ഇടാതെയും സാനിറ്റൈസർ ഉപയോഗിക്കാതെയും ആരും പുറത്ത് കിടക്കുന്നില്ല. അതുകൊണ്ട് എന്നെക്കൊണ്ട് പറ്റത്തില്ലാതെ ഞാൻ പറഞ്ഞോളൂ, എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. എനിക്ക് തോന്നുന്നു ഈ 3.5 കൊല്ലത്തിനിടയിൽ നടക്കുന്ന 60 ബാധകളെ നേരിടാനുള്ള നെഞ്ചും നെറ്റിയൊന്നും എനിക്കില്ല എന്ന എൻ്റെ കുറ്റം സംബന്ധിച്ചുകൊണ്ട് എൻ്റെ പഠനത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, മഹാപീഠ കാലത്തിന് മുൻപ് എനിക്ക് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇനി അത് കഴിഞ്ഞ് വരുന്നവരോട് എനിക്കൊരു പിണക്കവുമില്ല, നിങ്ങൾ വന്നേച്ചാൽ മതി, വിധിയുണ്ടെങ്കിൽ അവിടെ കാണാം എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം അങ്ങോട്ട് വിടുകയാണ്. ഈ ഭാഗത്തേക്ക് വരാം. വെളിപ്പാട് പുസ്തകം. എഫസോസ്, മുർന്ന, പെർഗമോസ്, തുയധൈര, സർദിസ്, ഫിലദൽഫ്യ, ലവോദിക്ക എന്നിങ്ങനെ ഏഷ്യ മൈനറിൽ വിശാലമായി കിടക്കുന്ന 7 സഭകൾക്കുള്ള ദൂത് അക്കാലങ്ങളിൽ പരിശുദ്ധാത്മാവ് നൽകിയത്
ഈ കാലഘട്ടത്തിലും എത്ര യോജിച്ചിരിക്കുന്നു എന്നുള്ളത് വേദപുസ്തകത്തിൻ്റെ മാറ്റാനാകാത്ത ദൈവശ്വാസീയതയുടെ ഒരു തെളിവായിട്ട് വേണം അംഗീകരിക്കാനായിട്ട്. സ്മുർനായിൽ നിന്നും ചരിത്രം പഠിച്ചാൽ അറിയാം, ലവോദിക്കയിലേക്ക് പോകുന്ന രാജപാതയിൽ ആണ് ഈ സഭ, ഫിലദൽഫിയ എന്ന് പറയുന്ന സഭ. നിസ്സാരവാക്യങ്ങളിൽ ഓരോ വാക്യങ്ങളിലും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രാജമഹത്വം വെളിപ്പെടുത്തുന്ന വചനങ്ങളും ആശയങ്ങളും നിഴലിച്ച് അവിടെ നിൽക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഭൂമിശാസ്ത്രപരമായി ഭൂകമ്പ ബാധിത പ്രദേശമാണ് ഈ പറയുന്ന ഫിലദൽഫിയ. പ്രകൃതി മനോഹാരിതയുണ്ട്, മുന്തിരിയുടെ നാടാണ് എന്നൊക്കെ പറയപ്പെടുന്നു. കൈസറിനെ പോലും ആരാധിക്കുന്ന ആളുകൾ പിൽക്കാലത്ത് അവിടെ ഉണ്ടായി എന്നും നാമധേയരായ 1-2 ക്രൈസ്തവ കൂട്ടങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ എന്നും ഇതിൻ്റെ ചരിത്രം നമ്മെ രേഖപ്പെടുത്തുന്നുണ്ട്. ഞാൻ അതിലേക്കൊന്നും വരുന്നില്ല. ഇവിടെ പറയുന്നത് ഭൂതലത്തിൽ എങ്ങും വരുവാൻ പോകുന്ന ഒരു പരീക്ഷാകാലം. ഇന്നത്തെ സാഹചര്യവുമായി കണക്കെടുക്കുമ്പോൾ ഇതിനെ കോവിഡുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഈ മെസ്സേജ് ഞാൻ മുൻപോട്ട് കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്നത്. ഭൂതലത്തിൽ എങ്ങും വരുവാൻ പോകുന്ന പരീക്ഷാകാലം മഹാപീഡന കാലമാണെന്നുള്ളതിന് ഒരു തർക്കവും വേണ്ട. എന്നാൽ അതിൻ്റെ മുന്നോടിയായിട്ട് വന്ന ഒരു ബാധ പോലെ വന്ന ഒരു സംഭവമായിട്ട് മാത്രമേ COVID-19 നമുക്ക് പരിചയപ്പെടുവാൻ കഴിയുകയുള്ളൂ. എന്നാൽ ഈ സമയത്ത് ദൈവം നമ്മെ കാക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒടുവിൽ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ആ ഭാഗത്തേക്ക് വരാം. കാത്തു എന്നുള്ളതിന് ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്ന ആർക്കും തടസ്സങ്ങളൊന്നും ഉന്നയിക്കുവാൻ സാധ്യത ഇല്ല. കാരണം കഴിഞ്ഞ ദിവസത്തിൽ ഇവിടുത്തെ റെക്കോർഡുകൾ ഫിലിപ്പ് സാറ് അവതരിപ്പിച്ചല്ലോ. കോടിക്കണക്കിന് ആളുകൾ ഈ വൈറസ് ബാധയാൽ മരണത്തിന് കീഴടങ്ങിക്കഴിഞ്ഞു. എത്രയോ കോടി ആളുകൾ ഇപ്പോഴും ഇതിന് വൈറസ് ബാധിതരായി മാറിക്കഴിഞ്ഞു. സങ്കീർത്തനങ്ങൾ പറയുന്ന പോലെ വലത്ത് ഭാഗത്തും ഇടത്ത് ഭാഗത്തും ആയിരങ്ങളും 10,000ങ്ങളും വീണപ്പോൾ കരിമ്പിടത്തിൻ്റെ പുതപ്പിട്ട നിരവധി ആളുകളെ, ബന്ധുക്കളെയും സ്വന്തക്കാരെയും കാണുവാൻ പോലും കഴിയാതെ JCB എടുത്ത് കുഴിച്ചു മൂടി മറവ് ചെയ്തപ്പോൾ ഞാനും നിങ്ങളും ഇന്ന് രാത്രി ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്നെങ്കിൽ നിശ്ചയമായിട്ട് ഉറപ്പായിട്ട് കാര്യം പറയാൻ പറ്റും. ഭൂതലത്തിലെങ്കും വരുവാൻ പോകുന്ന പരീക്ഷാ കാലത്ത് ദൈവത്തിൻ്റെ കാവൽ അനുഭവിച്ചവരാണ് ഈ യോഗത്തിന് ഇരിക്കുന്നത്. അതിനെ ഓർത്ത് ഇന്ന് രാത്രിയിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഞാൻ 5 വിധമായ മുന്നറിയിപ്പുകൾ എന്ന വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നു. അതായത് ഭൂതലത്തിൽ എങ്ങും വരുവാൻ പോകുന്ന പരീക്ഷാ കാലത്തെക്കുറിച്ചുള്ള 5 വിധമായ മുന്നറിയിപ്പുകൾ. മറ്റൊന്നുമല്ല, COVID-19 അത് നമുക്ക് മുന്നറിയിപ്പായിരുന്നു. എവിടെ നിന്നൊക്കെയാണ് ആ മുന്നറിയിപ്പുകൾ നമുക്ക് ലഭിച്ചിരുന്നത് എന്ന് ഒന്ന് ഓടിച്ചു പറഞ്ഞിട്ട് നമുക്ക് മറ്റൊരു 5ാമത്തെ മുന്നറിയിപ്പ് പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കണം. കോവിഡിനെ കുറിച്ചാണ്, കൊറോണയെക്കുറിച്ചാണ്. ഒന്ന്, ഇങ്ങനെയുള്ളൊരു മാരകമായ മഹാവ്യാധി ലോകത്തിൽ ഉണ്ടാകുമെന്ന് ബൈബിളിനെ തൽക്കാലത്തേക്ക് മാറ്റി നിർത്തിയാൽ 4 വിധത്തിലുള്ള മുന്നറിയിപ്പുകൾ. ഒന്ന്, മെഡിക്കൽ സയൻസ് നമുക്ക് മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. മറക്കണ്ട, കുറിച്ചില്ലെങ്കിലും. ഒന്ന്, മെഡിക്കൽ സയൻസ് നമുക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതുപോലെയുള്ള മാരകമായ വ്യാധികൾ ലോകത്തിൽ ഉണ്ടാകുമെന്ന്. രണ്ടാമത്തേത്, ചരിത്രം, നൂറ്റാണ്ടുകൾ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇങ്ങനെയുള്ള സംഭവങ്ങൾ ലോകത്തിൽ ഉണ്ടാകുമെന്ന്. മൂന്നാമത്തേത്, ഈ ഇതിഹാസ പുരുഷന്മാർ, ദാർശനികന്മാർ എന്ന് ലോകം വിളിക്കുന്ന മഹത് വ്യക്തികളുടെ പുസ്തകങ്ങളും ഇതിവൃത്തങ്ങളും ചരിത്രങ്ങളും ഒക്കെ പഠിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ലോകത്തിൽ ഉണ്ടാകുമെന്ന ഒരു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. നാലാമത്തേത്, നമ്മുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റ പ്രവാചകന്മാരും പ്രഭാഷകരും അതിശക്തമായ ഭാഷയിൽ 2019 പ്രസംഗിച്ചതാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ 2020 ഉണ്ടാകുമെന്ന്. 4 കാര്യങ്ങളാണ് ഞാൻ അക്കമിട്ട് നിരത്തിയത്. ആ 4 കാര്യങ്ങൾ പറഞ്ഞ ശേഷം 5ാമത്തെ മുന്നറിയിപ്പ് പറഞ്ഞ് ഈ പ്രഭാഷണം അവസാനിക്കുന്നതാണ്. ഒന്നാമത്തേത്, മെഡിക്കൽ സയൻസ് നമുക്ക് മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു, നമ്മളതിനെ അവഗണിച്ചു എന്ന് വേണം കരുതാൻ. രണ്ടാമത്തേത്, ചരിത്രം, നൂറ്റാണ്ടുകൾ നമുക്ക് മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. മൂന്നാമത്തേത്, ഇവിടുത്തെ ഇതിഹാസ പുരുഷന്മാരെന്നോ ദാർശനികന്മാരെന്നോ എഴുത്തുകാർ വിളിക്കുന്ന ചില മഹത് വ്യക്തികൾ, അവർ നമുക്ക് മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. നാലാമതായി, നമ്മുടെ ഇടയിൽ നിന്നും ദൈവം എഴുന്നേൽപ്പിച്ച പ്രവാചകന്മാരും പ്രസംഗകരും പ്രഭാഷകരുമൊക്കെ മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. ആ മുന്നറിയിപ്പുകളിലേക്കൊന്ന് ഓട്ടപ്രദർശനം നടത്തി. നമ്പർ 1, ഒന്നാമത്തിലേക്ക് വരാം. മെഡിക്കൽ സയൻസ് നമുക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതുപോലെയുള്ള കോവിഡ് പോലെയുള്ള മാരക രോഗങ്ങൾ രംഗത്ത് വരുമെന്ന്. എന്താ അതിൻ്റെ തെളിവെന്നറിയാമോ? ഏത് രോഗങ്ങൾ നിങ്ങൾ പഠിച്ചു നോക്കിക്കോളൂ, ആ രോഗത്തിൻ്റെ വകഭേദങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ ക്യാൻസറാണ് എന്ന് പറഞ്ഞാൽ ചെന്നാലും അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ്, ഫൈനൽ, ഇങ്ങനെ പല സ്റ്റേജുകളുണ്ട്. അതില്ലെങ്കിൽ ആ രോഗത്തിൻ്റെ പല പല വിഭാഗങ്ങളുണ്ട്. ഷുഗറൊക്കെ ആണെങ്കിൽ പല ടൈപ്പിലുണ്ട്.
കണ്ണിനെ ബാധിക്കുന്നുണ്ട്, ശരീരത്തെ ബാധിക്കുന്നുണ്ട്, അങ്ങനെ ഒത്തിരി ടൈപ്പുകൾ. പക്ഷേ നമ്മൾ ഏറ്റവും നിസ്സാരമായിട്ട് കരുതുന്ന ഒരു രോഗമാണ് പണ്ട് മുതൽ പനി എന്ന് പറയുന്നത്. പനി അങ്ങനെ ആളുകൾ വലിയ മാരകമായ രോഗങ്ങൾ ലിസ്റ്റിലൊന്നും പണ്ട് കാലത്ത് പെടുത്തിയിട്ടുണ്ടായില്ല. കാരണം പണ്ടൊക്കെ ഒരു പനി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും വലിയ കാര്യമല്ല. എൻ്റെയൊക്കെ ചെറുപ്പത്തിലാണെങ്കിൽ പാറക്കുഴിയിൽ പോയി 2-3 മണിക്കൂർ മുങ്ങാങ്കുഴി ഇട്ട് കുളിച്ച് കഴിയുമ്പം പനി ഏതിലേ പോയി എന്ന് കാണത്തില്ല എന്ന് പറയുന്ന സ്ഥിതിയാണുള്ളത്. പണ്ട് കാലത്തൊക്കെ നമ്മളെ ആശുപത്രി ചെന്നാൽ പനിക്കുള്ള ഗുളികയേ ഉള്ളൂ. കാരണം അവിടെ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നിട്ട് നമ്മൾ പിന്നെ ഏത് രോഗം പറഞ്ഞാലും, ഇനിയിപ്പോൾ ഹാർട്ട് അറ്റാക്ക് അല്ല, പാൻക്രിയാസ് അല്ല, എന്ത് പറഞ്ഞാലും ആ ഡോക്ടർ മരുന്ന് കുറിച്ച് കഴിഞ്ഞു. എന്താണ്? പാരസെറ്റമോൾ, വേറെ ഗുളികയൊന്നും അവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് അന്നത്തെ ഒരു കാലം അതാണ്. അപ്പോൾ അന്ന് ഈ പനിക്കുള്ള ഗുളിക കൊടുത്താൽ സർവ്വസംഹാരണ രോഗമായിട്ടാണ് അതിൻ്റെ ഗുളികയൊക്കെ ആളുകൾ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ ചിന്തിച്ചാൽ പനിക്ക് ഒത്തിരി വകഭേദങ്ങൾ വന്നിട്ടുള്ളത് നമുക്കൊന്നും നിയന്ത്രണ വിധേയമാക്കുവാൻ കഴിയാത്ത വിധം അത് പടർന്ന് പന്തലിച്ചത് സമൂഹം ശ്രദ്ധിക്കുമല്ലോ. അതുകൊണ്ടാണ് പനിക്ക് മാത്രം ഇതിന് മാത്രം പനിയുടെ പേരുകൾ രംഗത്ത് വരുവാൻ കാരണമായി തീർന്നത്. ബൈബിൾ അത് പറഞ്ഞിട്ടുണ്ട്, കഠിന ജ്വരം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെ നമ്മളിപ്പോൾ ഈ പച്ചക്കറിയുടെ പേരുകളൊക്കെ ഒരു കാലത്ത് പനിക്ക് ഇട്ടിരുന്നു. അങ്ങനെയാണ് തക്കാളിപ്പനി എന്നൊക്കെ പറഞ്ഞ് പനിയൊക്കെ വന്നു. പിന്നീട് വെജിറ്റേറിയനിലേക്ക് തിരിഞ്ഞു. അങ്ങനെ തക്കാളിപ്പനി, പക്ഷിപ്പനി, പന്നിപ്പനി, കുരങ്ങ് പനി എന്ന് വേണ്ട സകല പനികളും എന്തൊക്കെ പേരുകളാണെന്നറിയില്ല. ഞാൻ എപ്പോഴും പറയും, കാറ്റ് ഇങ്ങനെ കറങ്ങി വരുമ്പോൾ അതിന് വിൽമ എന്ന് പറയും, അത് നേരെ അടുക്കളയിൽ കയറുമ്പം കത്രീന എന്ന് പറയും. അങ്ങനെ കാറ്റിന് ശാസ്ത്രജ്ഞന്മാർ പേരിടുന്ന പോലെ പനിക്കിട്ട പേരുകൾക്ക് യാതൊരു അന്തവുമില്ലാത്ത ധാരാളം പേരുകൾ ആളുകൾ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്ത് പേരാണ് ഇടാനെന്ന് വെച്ചാൽ, ഇനിയിപ്പോൾ ചേനപ്പനി എന്നോ കുമ്പളങ്ങപ്പനി എന്നോ മത്തങ്ങപ്പനി എന്നൊക്കെ ഒരു പേരല്ലാതെ ഇനി ഇടാനില്ല. ബാക്കി എല്ലാ പേരുകളൊക്കെ ഏകദേശമൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. പണ്ടൊക്കെ മലമ്പനിയും എലിപ്പനിയും വലിയ സംഭവങ്ങളായിരുന്നു. അതൊക്കെ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മലമ്പനിയൊന്നും ഞങ്ങളുടെ നാട്ടിലില്ല, ഞങ്ങളത് മലേഷ്യയിലേക്ക് കയറ്റി വിട്ടു. രസികനായൊരു മുഖ്യമന്ത്രി പണ്ട് പറഞ്ഞതാണ്. അന്ന് പ്രതിപക്ഷത്തായിരുന്ന അങ്ങനെ മിണ്ടാത്ത ആൾ നേതൃത്വ സ്ഥാനം വന്നപ്പോൾ പറഞ്ഞു, പോളിയോയും ഞങ്ങളുടെ നാട്ടില്ല, ഞങ്ങളത് പോളണ്ടിലേക്ക് വിട്ടു. പക്ഷേ മലപ്പുറത്തും അതുപോലെ തന്നെ കോഴിക്കോടിലുമൊക്കെ പോളിയോ രോഗിയും മലേറിയ രോഗിയെ റിപ്പോർട്ട് ചെയ്തപ്പോൾ അവർ രണ്ടുപേരും മിണ്ടിയിട്ടില്ല, അവരും മിണ്ടത്തില്ല. നമുക്കറിയാമല്ലോ കാര്യങ്ങൾ. ആർക്കും ഇവിടെ നിന്ന് എന്നേക്കുമായി തുടച്ചു നിൽക്കുവാൻ കഴിയാത്ത വിധം പനി ഇന്ന് വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴ് ക്യാൻസർ വന്നാൽ, എയ്ഡ്സ് വന്നാൽ പറയും സാരമില്ല, നമുക്കത് ചികിത്സിച്ച് ഭേദമാക്കാം. പക്ഷേ പനി വന്നാൽ പറയും സൂക്ഷിക്കണം. അങ്ങനെ പറഞ്ഞ സാഹചര്യത്തിലേക്കാണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ COVID-19 ഒരു പനിയിലാണ് ആരംഭിക്കുന്നത് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ പനിയിലൂടെയാണ് സംഗതി വരുന്നത്. ഈ നമുക്ക് പണ്ടൊക്കെ പനിയുടെ ആരംഭത്തിൽ വരുന്നൊരു സാധനമുണ്ട്, ചുമ. അതിനും ആരംഭത്തിൽ വരുന്നതാണ് ജലദോഷം. ജലദോഷത്തെ ഒരു ദോഷവുമില്ലാത്ത ഒരു സാധാരണക്കാരനായിട്ടാണ് ആളുകൾ കണ്ടിരിക്കുന്നത്. പക്ഷേ മെഡിക്കൽ സയൻസിൽ വർക്ക് ചെയ്യുന്ന നേഴ്സിനോട് ചോദിച്ചു നോക്ക്, ഈ സാധനം തന്നെ നിങ്ങളുടെ ശ്വാസകോശത്തെ ബാധിച്ചു കഴിഞ്ഞാൽ കഠിനമായ ബ്രോങ്കൈറ്റിസായിട്ട് ഇത് മാറും. ഇത് ഞാൻ ഡോക്ടറൊന്നുമല്ല, പക്ഷേ ഇവിടെയൊക്കെ ഒത്തിരി നേഴ്സുമാരും ഡോക്ടർമാരൊക്കെ ഉണ്ടാവില്ല. അവർ പറയുന്നതാണ് ഈ ജലദോഷം എന്ന് പറയുന്ന ആ കോഡ് അത് തന്നെ ശ്വാസകോശത്തെ ബാധിച്ചാൽ കഠിനമായ ബ്രോങ്കൈറ്റിസായിട്ട് മാറും. അപ്പോൾ കോവിഡ് ആരെയാണ് ബാധിക്കുന്നറിയാമോ? സാധാരണക്കാരെയല്ല. ഹാർട്ട് സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ആന്തരിക അവയവങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉള്ളവരെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുവാൻ ഇടയായിത്തീരുന്നത്. ഞാൻ പറഞ്ഞൊരു സാരം ഇതാണ്. അതുകൊണ്ട് നമ്മുടെ പണ്ടുകാലത്തൊക്കെ നമ്മുടെ വീട്ടിലെ കോഴിക്കുഞ്ഞുങ്ങളെ റാഞ്ചുവാൻ വേണ്ടി തൊട്ടടുത്ത വൃക്ഷക്കമ്പിൽ പതുങ്ങിയിരിക്കുന്ന റാഞ്ചൻ പക്ഷിയുടെ ഗണത്തിൽപ്പെട്ട പരുന്തിനെ പോലെ ചെറിയൊരു ചുമ, കഫക്കെട്ട്, ശ്വാസം മുട്ടൽ, ജലദോഷം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൊച്ചു കൊച്ചു രോഗങ്ങളുടെ ഭാവത്തിലും രൂപത്തിലും റാഞ്ചൻ പക്ഷിയെപ്പോലെ നമ്മുടെ ശരീരത്തെയും ജീവനെയും കവർന്നു കളയുവാൻ കഴിയുന്ന മാരക രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചില്ല. അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മുടെ ആളൊന്നും ശ്രദ്ധിക്കത്തില്ലല്ലോ. ആ സമീപത്ത് വെള്ളക്കെട്ടുകൾ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊന്നും ശ്രദ്ധിക്കത്തില്ല. അതുകൊണ്ട് മെഡിക്കൽ സയൻസിനെ കുറ്റം പറയാനൊക്കത്തില്ല. അവർ നമുക്ക് തന്ന എല്ലാ മുന്നറിയിപ്പുകളും നമ്മൾ ഒരു പരിധിവരെ അവഗണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പരമാർത്ഥമായ ഒരു സത്യം. ഞാൻ അവിടെ ഒത്തിരി നേരം നിന്നാൽ എനിക്ക് കാതലായ ഭാഗങ്ങളിലൂടെ പ്രവേശിപ്പാൻ കഴിയാതെ വരും. അതുകൊണ്ട് മെഡിക്കൽ സയൻസ് നൽകുന്ന മുന്നറിയിപ്പുകൾ ലോകം അവഗണിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് ഈ സംഭവം വന്നിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരാം. നൂറ്റാണ്ടുകളുടെ ദുരന്തങ്ങൾ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ
ഈ ലോക ജനസംഖ്യയിലും ഒക്കെ നമ്മൾ കണക്കെടുപ്പ് നടത്തുമ്പോൾ ഒരു നൂറ്റാണ്ട് കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു ചരിത്ര സംഭവം അത് ഭയങ്കര ദുരന്തമാകാം, ലോകത്തിലുണ്ടാകും. ചിലപ്പോൾ അതൊരു വൈറസ് ആകും, ചിലപ്പോൾ ഒരു ജലപ്രളയമാകും, ചിലപ്പോൾ ഒരു ജീവിയുടെ ആക്രമണമാകും, ചിലപ്പോൾ ദേശീയ ദുരന്തങ്ങളാകും, പ്രകൃതിക്ഷോഭങ്ങളാകും, മഹായുദ്ധമാകും. അങ്ങനെ ഉണ്ടാകാറുണ്ട്. നമുക്കതിൻ്റെ ചരിത്രങ്ങൾ പഠിച്ചാൽ 14-ാമത്തെ നൂറ്റാണ്ട് മുതൽ ഇങ്ങോട്ട് വന്നാൽ, അതിനപ്പുറത്തോട്ടും ഉണ്ട്, 14 മുതൽ വന്നാൽ 14-ലാണ് ഈ ബ്ലാക്ക് ഡെത്ത്, കരിമരണം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആ രോഗമൊക്കെ ലോകത്തിലേക്ക് വരുന്നത്. അതിനൊക്കെ ജനസംഖ്യയുടെ മരണം നോക്കിയാൽ ഇതൊന്നുമല്ല. കാരണം 4 കോടി ആളുകളാണ് ബ്ലാക്ക് ഡെത്ത്, കരിമരണം നിമിത്തം ലോകത്ത് നിന്ന് മരിച്ച് മാറ്റപ്പെടുവാനിടയായത്. ഇന്നലെ ഫിലിപ്പ് സാറോട് പറഞ്ഞല്ലോ, ഏകദേശം 4.25 ലക്ഷം ആളുകൾ ഇവിടെ ക്യാൻസർ വന്ന് ഒരു വർഷം മരിക്കുന്നുണ്ട്. പാമ്പ് കടിയേറ്റ് തൻ്റെ ആയിരക്കണക്കിന് ആളുകൾ മരിക്കുന്നുണ്ട്. അപ്പം ലോകവ്യാപകമായിട്ട് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു വർഷം മരിക്കുന്ന ആളുകളുടെ അടുത്തെങ്ങും എത്തുകയില്ല കോവിഡ്-19 എന്ന് പറയുന്ന മാരക രോഗം ബാധിച്ച് ആളുകൾ മരിക്കുന്ന സംഖ്യയൊക്കെ. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നു, 14 നൂറ്റാണ്ടിൽ ബ്ലാക്ക് ഡെത്ത് ലോകത്തിലുണ്ടായി. 15, 16, 17 നൂറ്റാണ്ടുകൾ പഠിക്കുമ്പോഴാണ് അനേക വിപ്ലവങ്ങളും യുദ്ധമുറകളുമൊക്കെ ലോകത്തിൽ സംഭവിക്കാൻ ഇടയായി തീർന്നിട്ടുണ്ട്. 18-ാം നൂറ്റാണ്ടിലാണ് പ്ലേഗ് രംഗത്ത് വന്നത്. നിങ്ങൾക്കറിയാം, അൾജീരിയയിലെ ഒറാൻ സിറ്റിയെ തച്ച് തകർത്തുകൊണ്ട് കൊടുങ്കാറ്റോലെ രംഗപ്രവേശനം ചെയ്ത പ്ലേഗ് 18-ാമത്തെ നൂറ്റാണ്ടിലാണ്. ആ സമയത്തൊക്കെയാണ് നമുക്ക് ഈ ക്വാറന്റീൻ എന്ന് പറയുന്ന ആ വാക്കൊക്കെ കടമെടുക്കാനായിട്ട് പറ്റിയത്. വെനീസിലേക്ക് വരുന്ന വ്യാപാരികൾ തുറമുഖത്തേക്ക് കപ്പലടുപ്പിക്കുമ്പോൾ രോഗബാധിതരായതുകൊണ്ട് അവരോട് പറഞ്ഞു, ഇവിടേക്ക് അടുക്കരുത്. അങ്ങനെ അവർ ഒറ്റപ്പെട്ട ദ്വീപുകളിലേക്ക് കപ്പൽ അടുപ്പിക്കുവാൻ ആവശ്യപ്പെട്ടു. അവരങ്ങനെ കപ്പൽ അടുപ്പിച്ചു. 40 ദിവസം, അതിനാണ് പറയുന്ന ക്വാറന്റ എന്ന് പറയുന്ന ആ വാക്കിനെ നമ്മൾ ആംഗലേയവൽക്കരിച്ചപ്പോൾ നമുക്ക് കിട്ടിയതാണ് ക്വാറന്റീൻ. 40 ദിവസങ്ങൾ. 40 എന്ന് കേട്ടതും നമ്മുടെ ആളുകൾ പിന്നെ 40-ൻ്റെ ഒരു ഘോഷയാത്ര വാട്സാപ്പിൽ കൂടെ പടച്ചു വിടുവാനിടയായി. ഏലിയാവിൻ്റെ 40, യേശുക്രിസ്തുവിൻ്റെ 40, പിന്നെ ഇസ്രായേലിൻ്റെ 40, ഒരു മരുഭൂമി യാത്ര. അങ്ങനെ പറഞ്ഞു വന്ന് ഒരു ആന മണ്ടത്തരം കൂടെ എഴുതി വെച്ചു, നോഹ പെട്ടകത്തിൽ 40 രാവും 40 പകലും. നമ്മളാരും ആ വാട്സാപ്പിലെ ആ സന്ദേശമൊന്നും വിട്ടേക്കരുത്. കാരണം നോഹ പെട്ടകത്തിനകത്ത് 40 രാവും 40 പകലും അല്ല ഇരുന്നത്. 500-ാമത്തെ സംവത്സരമാണ് പ്രഭാഷണം ആരംഭിച്ചത്. 600-ാം സംവത്സരത്തിലാണ് അവൻ പെട്ടകത്തിൽ കയറിയത്. 7 ദിവസം കഴിഞ്ഞപ്പോൾ മഴ ആരംഭിച്ചു. 40 രാവും 40 പകലും മഴ പെയ്ത ദിവസമാണ്. 150 ദിവസമാണ് വെള്ളം പൊങ്ങിക്കൊണ്ടിരുന്നത്. 601-ാം സംവത്സരത്തിൽ പുള്ളി പുറത്തിറങ്ങി. കൃത്യമായിട്ട് കണക്ക് കൂട്ടിയാൽ ഏകദേശം ഒരു വർഷവും ഒരു മാസത്തോളവും അദ്ദേഹം പെട്ടകത്തിനകത്തിയിരുന്നു. നമ്മളപ്പോൾ ഈ 40-ൻ്റെ കൂട്ടത്തിൽ ഈ ആന മണ്ടത്തിനും കൂടെ ചേർത്തിട്ടുണ്ട്. അതങ്ങോട്ട് വിടാം. ഞാൻ പറഞ്ഞത് അങ്ങനെയാണ് ക്വാറന്റീൻ എന്ന വാക്ക് രംഗത്തേക്ക് വന്നത്. അപ്പോൾ 18-ാം നൂറ്റാണ്ടും കഴിഞ്ഞു. പിന്നെ 19-ാം നൂറ്റാണ്ട്. ഒരു നൂറ്റാണ്ട് പിന്നിടുമ്പോൾ, 100 വർഷം പിന്നിടുമ്പോൾ ഒരു ചരിത്ര സംഭവം ഉണ്ടാകും. 1914 ആരംഭിച്ച് 1918 11-ാമത്തെ മാസം 11-ാം തീയതി 11 മണിക്ക് യുദ്ധപരിസമാപ്തിയിൽ ഒപ്പുവെക്കപ്പെട്ട 1-ാം ലോക മഹായുദ്ധം നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ മധ്യകാലത്താണ് 2-ാം ലോക മഹായുദ്ധം ഉണ്ടായത്. അപ്പോൾ ഇനി 3-ാം ലോക മഹായുദ്ധത്തിന് വേണ്ടി കളം ഒരുങ്ങേണ്ടതും എപ്പോഴാണ്? ഈ നൂറ്റാണ്ടിൻ്റെ ആരംഭ സമയങ്ങളിലാണ് എന്നുള്ളത് പകൽ പോലെ വ്യക്തമല്ലേ? അതുകൊണ്ട് ഒരു നൂറ്റാണ്ട് കഴിയുമ്പം എൻ്റെ കാരണന്മാർ, ഞാൻ പെരുമ്പാവൂർക്കാരനാണ്, എൻ്റെ കാരണന്മാർ പറഞ്ഞിട്ടുണ്ട് 912 വെള്ളപ്പൊക്കം. 912 ഞാൻ ചോദിച്ചു, ഏതാണ് ഈ 912 വെള്ളപ്പൊക്കം? ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഞാൻ 1967 ജനിച്ചത്. അപ്പോൾ ഞാൻ 67 ജനിച്ചു. ഞാനിതൊരു 912 വെള്ളപ്പൊക്കം കണ്ടിട്ടില്ല. പക്ഷേ അത് കാണാനുള്ള അവസ്ഥയുണ്ടായി. കഴിഞ്ഞ 2-3 കൊല്ലമായിട്ട് ഇങ്ങനെ ഓണത്തിന് മാവേലി വരുന്ന പോലെ വെള്ളപ്പൊക്കം വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ കാണാൻ ആഗ്രഹിച്ച് ഇപ്പോൾ അത് കാണണ്ടാന്നായി. കൃത്യം ആ വെള്ളപ്പൊക്കം വന്ന സമയം നിങ്ങൾക്കറിയാമോ? 15 മുതലാണ്. അപ്പോൾ 12-ൽ വെള്ളപ്പൊക്കം വന്ന് കൃത്യം ഒരു നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ വെള്ളപ്പൊക്കം രംഗത്തേക്ക് വരാനിടയായി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സാർ, ഇതൊക്കെ നമ്മൾ എന്താണോ ചരിത്രത്തിൽ കണ്ടിട്ടുള്ളത് അതെല്ലാം ലോകത്തിലേക്ക് വരും. ഇതെല്ലാം ഓരോരോ പാഠങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണെന്ന് മാത്രം. വെള്ളപ്പൊക്കം വന്നപ്പോൾ നമ്മൾ ധാരാളം പാഠങ്ങൾ പഠിച്ചു കാണും. ഞാനതൊക്കെ കഴിഞ്ഞ വർഷങ്ങളൊക്കെ പലയിടത്തൊക്കെ പ്രസംഗിക്കും. എന്തായാലും വരില്ല എന്ന് പറഞ്ഞ മേഖലകളിലെല്ലാം വന്നു. ആര്? വെള്ളപ്പൊക്കം. ഈ വെള്ളപ്പൊക്കം വരുമ്പോഴുണ്ടല്ലോ ആളുകൾ ആദ്യം പരിഹസിക്കുന്ന എറണാകുളംകാരെയാണ്, പിന്നെ തിരുവനന്തപുരംകാരൻ. ഇത് രണ്ടും കടൽ തീരത്തുള്ള പ്രദേശമായതുകൊണ്ട് എറണാകുളം, തിരുവനന്തപുരം ഈ 2 ഗ്രൂപ്പും വെള്ളപ്പൊക്കം വന്നാൽ ചെളി കുളമാകുമെന്നാണ് പത്തനംതിട്ടക്കാരുടെയും ഇടുക്കിക്കാരുടെയും വയനാടുകാരുടെയൊക്കെ വിചാരം. ഏതായാലും ഈ കഴിഞ്ഞ 2 പ്രാവശ്യം വെള്ളപ്പൊക്കം വന്നപ്പോഴും തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ വെള്ളത്തിൽ മുങ്ങിയിട്ടില്ല. 2 എറണാകുളത്തും വെള്ളപ്പൊക്കം വന്നിട്ടില്ല. കളമശ്ശേരി വരെ വന്നിട്ട് ആരാണ്ട്
വല്ലാണ്ട് തടഞ്ഞു നിർത്തിയതുപോലെ അവിടെ വെള്ളപ്പൊക്കം അങ്ങോട്ട് നിന്നു. ഇനി ഈ പത്തനംതിട്ടയും ഇടുക്കിയും വയനാട് നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ അവിടെയെല്ലാം വെള്ളപ്പൊക്കം വന്നിട്ടുണ്ട്. പത്തനംതിട്ടയിലുള്ള ഏതെങ്കിലും ആളുകൾ വിചാരിച്ചിട്ടുണ്ടോ, പത്തനംതിട്ട റാന്നി ഭാഗത്തൊക്കെയുള്ള ഏതെങ്കിലും ആളുകൾ വിചാരിച്ചിട്ടുണ്ടോ റാന്നി ഇട്ടിയപ്പാറ ബസ് സ്റ്റാൻഡൊക്കെ വെള്ളപ്പൊക്കത്തിൽ മുങ്ങിപ്പോകുമെന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ? ആരും വിചാരിച്ചില്ല. പക്ഷേ അറിഞ്ഞവർക്കറിയാം, ഒരു പ്രൈവറ്റ് ബസ്സിൻ്റെ മുകളിലാണ് റാന്നി ഇട്ടിയപ്പാറയിലൊക്കെ വെള്ളപ്പൊക്കമുണ്ടായത്. ഇടുക്കിയിൽ പിന്നെ വയനാട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുമോ? ചേർപ്പിൻ 9 വളവ് കയറി വെള്ളം വരില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ കിഴക്കോട്ടൊടുക്കുന്ന കബനി അടക്കം വെള്ളം പൊങ്ങി താഴോട്ടാണ് വന്നത്. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലായി, ഒരു സ്ഥലവും സുരക്ഷിതത്വം നിറഞ്ഞ കാര്യങ്ങളല്ല. കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞു. ഇവിടെയുള്ള ആരാണ്ടൊക്കെ ആ സമയത്തൊക്കെ പറഞ്ഞ ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും പറയാൻ വേണ്ടി ഈ സമയം ഞാൻ വിനിയോഗിക്കുന്നില്ല. ഈ സമയത്തും സുരക്ഷിത മാർഗങ്ങൾ തേടുകയായിരുന്നു ആളുകൾ. ഒരാൾ പണ്ട് പറഞ്ഞു, എൻ്റെ വീട്ടിലോട്ട് ഒരു ലംബോർഗിനി മേടിക്കാൻ എനിക്ക് താല്പര്യമുണ്ടായിരുന്നു, പക്ഷേ ലംബോർഗിനിക്ക് വരാൻ വഴിയില്ല. പക്ഷേ വെള്ളപ്പൊക്കമെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ആൾ പോയ വണ്ടി നിങ്ങൾ കണ്ടല്ലോ, ഒരു ചെമ്പോർഗിനിക്കകത്താണ് കയറിപ്പോയത്. അപ്പോൾ ലംബോർഗിനി ആഗ്രഹിച്ചു, ചെമ്പോർഗിനിക്കകത്താണ് കയറിപ്പോയത്. പോകട്ടെ, ഞാനിങ്ങനെ അതിനെക്കുറിച്ച് പറയും, മാളിക മുകളേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ എന്ന് പറഞ്ഞാൽ ലംബോർഗിനി ആഗ്രഹിച്ചവർ ചെരുവത്തിനകത്ത് കയറിപ്പോയി. പക്ഷേ ഒരു ചെരുവം മേടിക്കാൻ കാശില്ലാത്തൊരു ചേച്ചി ഉണ്ടല്ലോ, ആ ചേച്ചി ഹെലികോപ്റ്ററിനകത്താണ് കയറിപ്പോയത്. നിങ്ങൾ കണ്ടില്ലേ കഴിഞ്ഞ പ്രാവശ്യം? എന്താ കാര്യം? രാത്രി മുഴുവൻ ഭയങ്കര സീക്കാര ശബ്ദം, റബ്ബറിൻ്റെ നേരം വെളുത്ത മുറ്റത്തോട്ടിറങ്ങിയപ്പോൾ സർക്കാർ പറയുന്നു ഹെലികോപ്റ്ററാണ്, രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നതാണ്, പേടിക്കരുത്, അഭിവാദ്യങ്ങൾ അർപ്പിക്കണം. അപ്പം അമ്മച്ചിക്ക് തോന്നി, എന്നാൽ പിന്നെ കോണി വെച്ച മേളിൽ കയറി അഭിവാദ്യം കൊടുത്തേക്കാമെന്ന്. പടിഞ്ഞാറ് വശത്ത് ചാഞ്ഞിരുന്ന കോണി വെച്ച് എത്തിപ്പിടിച്ച മേളിൽ കയറി അങ്ങോട്ട് പോയ ഹെലികോപ്റ്റർക്ക് അഭിവാദ്യം കൊടുത്തതാണ്. അവർ തിരിച്ചു വന്ന് ഒരു കയറിട്ട് പിടിച്ച് അതിനെ പിടിച്ചുകൊണ്ട് പോയി. അമ്മച്ചി പറഞ്ഞു, വേണ്ട വേണ്ട, ഞാൻ വരുന്നില്ല. അവരും ഏതാണ്ടൊക്കെ പറഞ്ഞു. പക്ഷേ രണ്ടു കൂട്ടരും പറഞ്ഞു, ഒരാൾ മലയാളവും ഒരാൾ ഹിന്ദിയും ആയതുകൊണ്ട് സംഗതി ഒന്നും പിടികിട്ടിയില്ല. നേരെ ആൾ ട്രിവാൻഡ്രത്തേക്ക് പോയി. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒരു ഹെലികോപ്റ്റർ മേടിക്കാൻ കഴിവുള്ളയാൾ ചെരുവത്തിനകത്ത് കയറിപ്പോയി. ചെരുവം മേടിക്കാൻ കാശില്ലാത്ത ചേച്ചി ഒരു ഹെലികോപ്റ്ററിനകത്തും കയറിപ്പോയി. പ്രിയപ്പെട്ടവരെ, എന്തൊക്കെ പാഠങ്ങളാണ് നമ്മളെ ദൈവം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കൊറോണയും പഠിപ്പിച്ചില്ലേ നമ്മളെ ധാരാളം കാര്യങ്ങൾ. ഞാനതിലേക്ക് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞതുകൊണ്ട് ഈ 19 കഴിഞ്ഞ് 20-ാമത്തെ നൂറ്റാണ്ട് ബന്ധപ്പെട്ടാണ് പ്രളയങ്ങളുടെ അകമ്പടി ഉണ്ടായി. ഈ നൂറ്റാണ്ടിൽ ഒരു മാരകമായ രോഗമുണ്ടാകുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു നൂറ്റാണ്ട് കഴിയുമ്പോൾ ഇതെല്ലാം സംഭവിക്കുമെന്ന ചരിത്രത്തിൻ്റെ ഭാഗമാണത്. ചരിത്രം തിരുത്തണമെങ്കിൽ ചരിത്ര പുരുഷൻ വന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഞാൻ അങ്ങോട്ട് വരാം. അതുകൊണ്ട് ഞാൻ 4-ാമത്തെ ഭാഗത്തേക്ക് വരികയാണ്. അനുവദിക്കപ്പെട്ട സമയത്ത് പ്രഭാഷണം അവസാനിപ്പിക്കണം. 4-ാമത്തെ ഭാഗം ഇതാണ്. ഇതിഹാസ പുരുഷന്മാർ, ദാർശനികന്മാർ, ചിന്തകന്മാർ, ലോകം അംഗീകരിച്ച കഴിവുള്ള ചില ആളുകളൊക്കെ പറഞ്ഞിരുന്നു ലോകത്തിൽ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നെന്ന്. അതെന്താണ്? അത് ഞാൻ ഒന്ന് മെഡിക്കൽ സയൻസ് മുന്നറിയിപ്പ് നൽകി, മാരകമായ രോഗങ്ങൾ വരും, നമ്മൾ ശ്രദ്ധിച്ചില്ല. 2-ാമത്തെ കാര്യം ഇതാണ്, നൂറ്റാണ്ടുകളുടെ ചരിത്രം നമ്മൾ ശ്രദ്ധിച്ചില്ല. 3-ാമത്തെ കാര്യത്തിലേക്ക് വരാം. എന്താണത്? നിങ്ങൾക്കറിയാമല്ലോ, ഈ നാടകത്തിൻ്റെ എഴുത്തുകാർ, പ്രവാചകന്മാർ, നമ്മൾ പറയുന്ന പ്രവാചകന്മാരല്ല കേട്ടോ, അങ്ങനെയുള്ള ആളുകളൊക്കെ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. അവരിൽ കൂടെയൊക്കെ ദൈവമാണോ പ്രവർത്തിച്ചെന്ന ചോദ്യത്തിന് എനിക്ക് ഉത്തരമില്ല. പക്ഷേ മുന്നറിയിപ്പുകൾ അവരൊക്കെ നൽകിയിട്ടുണ്ട്. അത് പരമാർത്ഥമായ ഒരു സത്യമാണ്. 2 കാര്യങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുക. ഒന്ന്, നീൽ ഗ്രാൻഡ് 1935 ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ ഒരു ഭാഗം നമ്മൾ ഈയിടെയൊക്കെ വായിക്കുകയുണ്ടായില്ല. ആ പുസ്തകം ഇതാണ്, ദി ലാസ്റ്റ് വാർ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അന്ത്യകാലത്തെ, അവസാന കാലത്തെ യുദ്ധം. ഒരു നാടകമാണ് കേട്ടോ. ആ നാടകത്തിൻ്റെ ഇതിവൃത്തത്തിൽ നീൽ ഗ്രാൻഡ് എഴുതിയ, ഇന്നേക്ക് 80-90 വർഷങ്ങൾക്ക് മുൻപ് ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന നീൽ ഗ്രാൻഡ് എഴുതിയ നാടകത്തിൻ്റെ സംക്ഷിപ്ത രൂപം ഞാൻ പറയാം, നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളണം. ലോകത്തിൽ ആകപ്പാടൊരു വൈറസിൻ്റെ ബാധയുണ്ടാവുകയാണ്. ശ്രദ്ധിച്ചോളെ, ഇപ്പോഴത്തെ കാര്യമല്ല കേട്ടോ. ലോകത്തിൽ വൈറസിൻ്റെ ബാധയുണ്ടായി, സകല ആളുകളും മരണപ്പെട്ടു. മൃഗങ്ങൾക്കൊന്നും ഒരു കേടും സംഭവിച്ചില്ല. അങ്ങനെ മനുഷ്യൻ മാത്രം മരിച്ച ലോകത്തിൽ മൃഗങ്ങൾ ഒരുമിച്ച് കൂടിയിരുന്ന് ഒരു സമ്മേളനം നടത്തുകയാണ്. അങ്ങനെ സമ്മേളനം നടത്തിയപ്പം മൃഗങ്ങൾ മനുഷ്യനെക്കുറിച്ചുള്ള കമൻറ്റ് പറഞ്ഞു. ആരും ഉറങ്ങാതെ കേൾക്കണം, കാരണം നിങ്ങളുടെ വീട്ടിലെ പട്ടിയും പൂച്ചയും നിങ്ങൾ പറയുന്നത് കേട്ടിട്ടുള്ളൂ, അവർ പറയുന്നത് ഇതുവരെ നിങ്ങൾ കേട്ടിട്ടില്ല, അതാ കേട്ടോളൂ. അപ്പം അങ്ങനെ എല്ലാവരും കൂടെ വർത്തമാനം പറഞ്ഞിരിക്കുമ്പം അവർ വെച്ചു, എന്താണ് മനുഷ്യനെക്കുറിച്ചുള്ള കംപ്ലൈൻറ്റ്? ഉടനെ ആദ്യം എഴുന്നേറ്റത് കുതിരയാണ്. കുതിര പറഞ്ഞു, മനുഷ്യർക്ക് ഇത് സംഭവിക്കണം, എന്തൊട്ട് ഈ വൈറസ് വന്ന് ഇവനെല്ലാം ചാകണം.
മനസ്സിലാക്കണം. എന്താ കാര്യം? ഒരാവശ്യവുമില്ലാതെയാണ് അവൻ യുദ്ധത്തിന് പോകുന്നത്. അതിർത്തിയില്ലെങ്കിൽ, കിടക്കാൻ സ്ഥലമില്ലെങ്കിൽ എന്നെ അണിയിച്ചൊരുക്കി പടച്ചട്ട അണിയിപ്പിച്ച പടക്കളത്തിലേക്ക് ഇറക്കി യുദ്ധത്തിന് കൊണ്ടുപോയി മനസ്സിലാക്കാൻ കിടക്കാൻ സ്ഥലമില്ലെന്ന്. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യങ്ങളിലെ ഇന്ത്യയും ചൈനയും അവരെന്തിനാണ് ഇപ്പോൾ ആ മലയിൽ കിടന്നുകൊണ്ട് ഒച്ചപ്പാട് കിടന്നത്? അവിടെ പെട്ടി കട വെക്കാൻ വേണ്ടിയിട്ടാണോ? എനിക്കറിയാമേല. അപ്പം ഇതിങ്ങനെ ചുമ്മാ മലകൾ കയറി എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ യുദ്ധങ്ങൾ. അതുകൊണ്ട് ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും എന്നെ അണിയിച്ചൊരുക്കി യുദ്ധക്കളത്തിലേക്ക് കൊണ്ടുപോയി മനുഷ്യനെ മരിച്ചു വീഴുമാറാക്കിയ ഇവൻ്റെ അതിമോഹത്തിന് ദൈവം കൊടുത്ത ശിക്ഷയാണ് വൈറസ് ബാധ. അവൻ ചാകട്ടെ. ആര് പറഞ്ഞു? കുതിര പറഞ്ഞു. സിംഹം എഴുന്നേറ്റിട്ട് പറഞ്ഞു, മനുഷ്യർക്ക് ഇത് സംഭവിച്ചതിന് വലിയ കുറ്റമൊന്നുമില്ല. അപ്പോൾ ചോദിച്ചു, അപ്പോൾ വൈറസാണോ അധ്യക്ഷൻ? വൈറസാണ് അധ്യക്ഷൻ. ചോദിച്ചു, എന്താ കാര്യം? പുള്ളി പറഞ്ഞു, ഞങ്ങൾ ഈ മൃഗങ്ങളെ വേട്ടയാടുക എന്ന് പറഞ്ഞ് വിശക്കുമ്പോഴാണ് പതുങ്ങിയിരിക്കുക. പാവപ്പെട്ട മാൻകുട്ടി കിടന്നു പോകുമ്പോൾ നേരെ പറക്കം തലയ്ക്ക് ചാടി വീഴുന്ന പോലെ വീഴുക, അതിനെ കൊമ്പൊക്കെ കുത്തിയിറക്കി പല്ലൊക്കെ കുത്തിയിറക്കി കടിച്ചു കീറി തിന്നുക. അതിനെ ഈ അവന് ഇത് വരണം. പക്ഷികൾ പറഞ്ഞ മറുപടി കേൾക്കണം നിങ്ങൾക്ക്. പക്ഷികൾ പറയുകയാണ്, അനന്തവികാഴ്ചയിൽ പറന്ന് പരിശീലിക്കേണ്ട ഞങ്ങളെ ഇവൻ കെണിവെച്ച് പിടിച്ച് ഇവൻ്റെ കൂട്ടിനകത്തിട്ട് തത്തമ്മയെ പൂച്ച എന്ന് പറഞ്ഞ് കുറച്ച് കഞ്ഞി തരും, ഞങ്ങൾ അവന് കാഷ്ടവും കൊടുക്കും. ഈ നാളുകൾ എത്ര നാളായെങ്കിൽ തുടർന്ന് ഞങ്ങൾ പറക്കാനുള്ളവരല്ലേ? സ്വാതന്ത്ര്യത്തിൻ്റെ വിലയറിയാതെ ഞങ്ങളെ കൂട്ടിൽ പിടിച്ചടച്ച മനുഷ്യ, നിനക്കിത് വരണം, നിനക്ക് വൈറസ് വരണം എന്നാണ് പക്ഷിക്കൂട്ടങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞത്. അങ്ങനെ ഇരിക്കുമ്പം പിന്നെ പറഞ്ഞ പാർട്ടിയാണ് അതാണ് കുരങ്ങൻ പറഞ്ഞൊരു കാര്യമുണ്ട്. കുരങ്ങ് പറഞ്ഞു, അത് വളരെ ചിന്തിക്കേണ്ട കാര്യം. നമ്മൾ കുരങ്ങനൊക്കെ എത്ര മോശമായിട്ടാണ് പറയുന്നത്. അവൻ പറഞ്ഞ കാര്യം കേട്ടോളണം. നിനക്കിത് വരണോടാ. എന്താ കാര്യം? നീ കുറേ നാളായി പറയാൻ തുടങ്ങിയിട്ട് നിൻ്റെ കാരണന്മാർ ഞങ്ങളാണ്. ആര്? നീ അണ്ടാർത്താൽ മനുഷ്യൻ ഇങ്ങനെ അങ്ങോട്ട് പോയിട്ടേ നീ കുറേ നാളായി ഞങ്ങളുടെ തറവാടാണ് നിൻ്റെ തറവാടെന്ന് പറയാൻ തുടങ്ങിയിട്ട്. ഞങ്ങൾ അത്ര മോശപ്പെട്ട തറവാട്ടുകാരൊന്നുമല്ല. ആര്? കുരങ്ങൻ. അവൻ പറയട്ടെ, ഞങ്ങളുടെ കുടുംബത്തിൽ നിനക്ക് ജനിക്കാൻ യാതൊരു യോഗ്യതയുമില്ല. അതുകൊണ്ട് ഞങ്ങളുടെ പൈതൃകത്തെ ആക്ഷേപിച്ചതിന് ദൈവം നിങ്ങൾക്ക് തന്നതാണ് വൈറസ് ബാധ. കുരങ്ങൻ്റെ ഭാഷയാണ് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പം പിന്നെ പട്ടിയാണ് ഒരു ഇച്ചിരി മര്യാദയ്ക്ക് മനുഷ്യനോട് സംസാരിച്ചതെന്നാണ് ആ നാടകം പറയുന്നത്. പട്ടി പറഞ്ഞാലെന്നറിയുമ്പം യജമാനനെ മിസ് ചെയ്യുന്നു. സത്യം, യജമാനനെ മിസ് ചെയ്യുന്നു. അത് മലയാളികൾ പറഞ്ഞാൽ മനസ്സിലാകില്ല. കാരണം നമുക്കങ്ങനെ പട്ടിയെ കുറിച്ച് വലിയ പ്രേമമൊന്നുമില്ല. ഞാൻ കഴിഞ്ഞ കുറച്ച് നാളൊക്കെ ഇങ്ങനെ വിദേശ രാജ്യങ്ങളൊക്കെ സന്ദർശിച്ചപ്പോൾ, വെസ്റ്റേൺ രാജ്യങ്ങളൊക്കെ പോയപ്പോൾ, കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ 1-2 രാജ്യങ്ങൾ പോയപ്പോൾ അവിടെ ചില കാര്യങ്ങൾ കണ്ടു. എന്നാണെന്നറിയാമോ? രാവിലെ ഞാൻ നടക്കാൻ ഇറങ്ങുമ്പോഴും സായിപ്പുമാരും മദാമമാരൊക്കെ നടക്കാൻ ഇറങ്ങുകയാണ്. അവരിൽ പട്ടിയുണ്ടെന്നുള്ളതല്ല എന്നെ ചിന്തിപ്പിച്ചത്, അവരുടെ കയ്യിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കൂടുമുണ്ട്. കുറേ കഴിഞ്ഞപ്പോൾ കൂടിന് കനം കൂടുന്നു. എൻ്റെ കാര്യത്തിൽ അറിയാമോ? പട്ടിയെങ്ങാനും വഴിയിരുന്ന് സാധിച്ചാൽ അവരവിടെ നിന്ന് അത് കോരി ഈ കൂട്ടിനകത്തിട്ടുകൊണ്ടാണ് പിന്നെ യാത്ര. കാരണം ഈ സാധനം അതിടുന്ന വേസ്റ്റ് ബോക്സ് കാണാതെ അത് വഴിയിലിടാൻ പറ്റത്തില്ല. ദൈവമേ, ഞാനതൊക്കെ ഓർത്തപ്പോഴാണ് ചില ആളുകളൊക്കെ പട്ടിക്കാ സ്വത്ത് എഴുതി വെക്കുന്നത്. അപ്പോൾ ഇംഗ്ലണ്ടിലൊക്കെ ഉള്ള പിള്ളേർ തമാശയ്ക്ക് പറയാൻ, അടുത്ത ജന്മത്തിൽ ഇംഗ്ലണ്ടിലെ പട്ടിയായിട്ട് ജനിക്കുവാൻ സഹായിക്കണമേ എന്നൊക്കെ പിള്ളേർ തമാശയ്ക്ക് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ യജമാനനെ മിസ് ചെയ്യുന്നു. അതാണ് പട്ടികൾ പറഞ്ഞത്. ഇനി പാമ്പാണ് ദൈവശാസ്ത്രപരമായി മനോഹരമായി നിർവചനം കൊടുത്തത്. പാമ്പ് നമ്മളെ ഏദൻ തോട്ടം മുതലേ ശത്രുവായി കാണുന്ന സാധനമാണ്. പുള്ളി പറയുകയാണ്, മനുഷ്യന് പറുദീസ കൊടുത്താൽ അവൻ അതിനെ മാലിന്യം കൊണ്ട് നിറയ്ക്കും. നല്ലൊരു ഹൃദയം ദൈവം മനുഷ്യന് കൊടുത്താൽ ദുഷ്ചിന്തകൾ കൊണ്ട് അവൻ അതിനെ മാലിന്യം കൊണ്ട് മൂടി വെക്കും. ഇങ്ങനെ എന്ത് ചെയ്താലും ഗുണമില്ലാത്തൊരു സാധനമാണ്, അനുസരണമില്ലാത്തൊരു സാധനമാണ് മനുഷ്യൻ. എത്ര സത്യമാണെന്ന് നോക്കിക്കേ നിങ്ങൾ, എത്ര സത്യമാണെന്ന് നോക്കിക്കേ. അപ്പോൾ ഏദൻ തോട്ടം മുതലേ നമ്മുടെ സ്വഭാവങ്ങളൊക്കെ അറിയാമല്ലോ. തിന്നരുത് എന്ന് പറഞ്ഞാൽ സെക്കൻഡിൽ അത് പൊളിച്ച് അത് തിന്നാൻ തുടങ്ങി. അതുകൊണ്ടാണ് പറഞ്ഞ് മനുഷ്യന് പറുദീസ കൊടുത്താൽ അവനെ മാലിന്യം കൊണ്ട് നിറയ്ക്കും. ഈ ചിന്തകളൊക്കെ ചേർന്ന് വന്നപ്പോൾ വൈറസ് എന്ന് പറയുന്ന അധ്യക്ഷൻ ഒടുവിൽ എഴുന്നേറ്റിട്ട് പറയുകയാണ്, ദൈവത്തിൻ്റെ ഈശ്വരൻ്റെ ഏറ്റവും സ്റ്റുപ്പിഡ് സ്പേഷ്യസ് എന്ന് പറഞ്ഞാൽ വർഗമാണ് മനുഷ്യൻ. കാരണം ദൈവം നമ്പരാൻ മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളൂ, പ്രകൃതിയെ സൃഷ്ടിച്ചിട്ടുള്ളൂ, മൃഗങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളൂ. വൈറസിനെയും ദൈവം സൃഷ്ടിച്ചിട്ടില്ല. പക്ഷേ വൈറസിനെ മനുഷ്യനാണ് സൃഷ്ടിച്ചത്. എന്തിനു സൃഷ്ടിച്ചു? കോടിക്കണക്കിന് പണം മുടക്കി. ഇത് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ AC റൂമിലല്ല കിടക്കുന്നത്. നമ്മൾ കിടക്കുന്ന AC വീട്ടിനകത്തല്ല. പക്ഷേ ഈ വൈറസ് കിടക്കുന്ന AC റൂമിനകത്താണ്, ലാബിനകത്താണ് കിടക്കുന്നത്. അവന് ഒരു ദിവസം ചെലവെന്ന് പറയുന്നത് നമുക്ക് ഒരു കൊല്ലം ഒരു മനുഷ്യന് ചെലവ് എത്രയുണ്ടോ അതിൻ്റെ ചെലവാണ് ഒരു ദിവസം ഈ വൈറസിനെ സൂക്ഷിക്കാൻ.
വൈറസ് പറയുകയാണ്, അതുകൊണ്ട് ലോകം മുഴുവൻ ഞാൻ വളർന്ന് വലുതായാൽ ഈ ലോകം മുഴുവൻ നശിപ്പിക്കുവാൻ കഴിയുന്ന സാധനമാണ് ഞാനെന്ന് അറിഞ്ഞുകൊണ്ട് ഇവൻ എനിക്ക് ജന്മം നൽകി വളർത്തിയെങ്കിൽ അതിൻ്റെ പരിണിത ഫലം ഇവൻ അനുഭവിച്ചേ പറ്റത്തുള്ളൂ. നാടകത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരാം. അങ്ങനെ ഇരിക്കുമ്പോൾ ആക്രമണത്തിൽ നിന്ന് അത്ഭുതകരമായി ഒരു മനുഷ്യൻ രക്ഷപ്പെട്ട് ഓടി വരികയാണ്. ഈ മൃഗങ്ങളെല്ലാം ചേർന്ന് അങ്ങേരെ ആക്രമിക്കാൻ തുടങ്ങുമ്പോൾ സ്വർഗത്തിൽ നിന്നൊരു മാലാഖ വരുന്നു. ഇയാൾ രക്ഷിപ്പാൻ വേണ്ടി വരിക. ഇയാൾ പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്ക് രക്ഷപ്പെടുന്നില്ല. ഉടനെ ആ മാലാഖ പറഞ്ഞു, നിന്നെ രക്ഷിക്കുവാൻ ഓർഡറുണ്ട്. ചെയ്തുപോയ പാപങ്ങളെക്കുറിച്ച് അനുദപിക്കാമെങ്കിൽ രോഗങ്ങൾ ഇല്ലാത്ത, മൃഗശല്യമില്ലാത്ത ലോകത്തിലേക്ക് നിന്നെ കൂട്ടിക്കൊണ്ടുപോകാം. അയാൾ ചെയ്ത പാപങ്ങളൊക്കെ ഏറ്റുപറയുന്നു. മറ്റൊരു ലോകത്തിലേക്ക് ആ മനുഷ്യനെ ഈ മാലാഖ കൂട്ടിക്കൊണ്ടുപോയി. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞത് ബൈബിളല്ല, നീൽ ഗ്രാൻഡിൻ്റെ ദി ലാസ്റ്റ് വാർ എന്ന നാടകത്തിൻ്റെ ഇതിവൃത്തമാണ് ഞാൻ പറഞ്ഞത്. ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി? ഇന്നലെയോ അല്ലെങ്കിൽ കഴിഞ്ഞ കോവിഡ് കാലഘട്ടത്തിൽ തങ്കച്ചൻ പാസോ ഗിരീഷ് പാസോ വീട്ടിനകത്തിരുന്ന് ഈ സംഭവങ്ങളുമായി ചേർത്തിണക്കിയ ഒരു നാടകം പോലെ നിങ്ങൾക്ക് തോന്നുന്നില്ലേ? അത്ര സെമിലാരിറ്റി നിങ്ങൾക്ക് തോന്നുന്നില്ല? അതാ ഞാൻ പറഞ്ഞത്, ഇവരൊക്കെ നമുക്ക് മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു, പക്ഷെ നമ്മളൊന്നും അത്ര വേണ്ടതുപോലെ പരിഗണിച്ചില്ല. നോസ്ട്രദാമസ് എനിക്കിഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ്. എനിക്കറിയാം നോസ്ട്രദാമസിൻ്റെ പ്രവചനങ്ങളുടെ തെറ്റായ കാര്യങ്ങളെക്കുറിച്ചുള്ള ധാരാളം വീഡിയോകൾ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് അറിവിൽ കുറവാണ് എന്ന് തോന്നിയതുകൊണ്ട്, എനിക്ക് അനുഗ്രഹമെന്ന് തോന്നിയ അഭിഷിക്തന്മാരുമായി ഞാൻ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യം ഇതാണ്: നോസ്ട്രദാമസിൻ്റെ എല്ലാ പ്രവചനങ്ങളും തള്ളിക്കളയാൻ പറ്റുന്ന പ്രവചനങ്ങൾ അല്ല. പക്ഷേ AD 2000 നമുക്കറിയാമല്ലോ, KM റോയ് സാറ് മംഗളം എന്ന് പറയുന്ന വാരികയിൽ 1991 എഴുതിയിട്ടുണ്ടായിരുന്നു, ഇനി 9 വർഷങ്ങൾ മാത്രം 2000 ലോകാവസാനം സംഭവിക്കുമെന്ന നോസ്ട്രദാമസിൻ്റെ ചിന്തകളെ ആ ചിറക് പിടിച്ചാണ് അങ്ങനെ എഴുതുവാൻ കാരണമായി. അത് നടന്നിട്ടില്ല. മറ്റൊന്ന്, 2020 ജൂലൈ മാസം 18 ഇടുക്കി ഡാം തകരുമെന്ന് ഒരു പ്രവചനം നോസ്ട്രദാമസിൻ്റെ ഉണ്ടെന്നും പ്രവചക പുസ്തകങ്ങളിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അതും നടന്നിട്ടില്ല. അപ്പോൾ എൻ്റെ അറിവിൽ ഇങ്ങനെ അങ്കുലി പരിമിതങ്ങളായ 2-3 പ്രവചനങ്ങൾ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ നടന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട് മറ്റു പല പ്രവചനങ്ങളും നടന്നിട്ടില്ല എന്ന് പറയാനൊക്കത്തില്ല. 3700 പ്രവചനങ്ങളാണ് നോസ്ട്രദാമസിൻ്റെ പ്രവചനങ്ങൾ. ലാസ്റ്റ് പ്രോഫസീസ് എന്ന് പറയുന്ന ആ പുസ്തകത്തിനകത്ത് 3700 പ്രവചനങ്ങളുണ്ട്. 1000 വർഷങ്ങൾ കൊണ്ട് ലോകത്തിൽ നടക്കേണ്ടുന്ന 3700 പ്രവചനങ്ങളാണ് അദ്ദേഹം പ്രവചിച്ചിരിക്കുന്നത്. അതിൽ മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഉദാഹരണത്തിന് റഷ്യൻ വിപ്ലവം, ഫ്രഞ്ച് വിപ്ലവം, അതുപോലെ തന്നെ പോപ്പിനെതിരെയുണ്ടായ വധശ്രമങ്ങൾ, രാജീവ് ഗാന്ധിയുടെ മരണത്തെ സംബന്ധിച്ച്, അതുപോലെ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഭാഷയും ശൈലിയും ആളുകൾ വ്യാഖ്യാനിക്കുന്നത് ഒരു ആലങ്കാരിക ഭാഷയാണ്. ഉദാഹരണത്തിന്, ലോകത്തിൽ ഉറ്റുനോക്കുന്ന ഒരു രാജ്യം, ആ രാജ്യത്ത് ഉയർന്നു നിൽക്കുന്ന 2 പാറക്കെട്ടുകൾ, ആ 2 പാറക്കെട്ടുകളെ 2 പക്ഷികൾ വന്ന് ഇടിച്ചു തകർക്കുന്നു. അതാണ് സെപ്റ്റംബർ 11 വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണം എന്ന് ചിന്തകന്മാർ അതിനെ വ്യാഖ്യാനിക്കുകയാണ്. യൂറോപ്പിൽ ഒരു പാവപ്പെട്ടവൻ ഒരു കുടുംബത്തിൽ ജനിക്കുന്നു. ലോകം മുഴുവൻ കിടുകിട വിറപ്പിക്കുന്ന ഒരു വിപ്ലവം, വിഷം ചീറ്റുന്ന ഭരണാധികാരിയായി മാറുന്നു എന്ന് ഹിറ്റ്ലറിനെ കുറിച്ച് പറഞ്ഞു എന്ന് ആളുകൾ അതിനെക്കുറിച്ച് അഭിപ്രായപ്പെടുന്നു. അമേരിക്കയിൽ ആരും അറിയപ്പെടാത്ത ഒരാൾ, ഒരു കറുത്ത വർഗ്ഗക്കാരൻ ആദ്യമായും അവസാനമായും അമേരിക്കൻ പ്രസിഡൻ്റാകുമെന്ന് ബരാക് ഒബാമയെക്കുറിച്ചും, അതിനുശേഷം അടുക്കളയിൽ നിന്ന് അരങ്ങത്തെത്തുന്ന ഒരാൾ ഉണ്ടാകുമെന്ന് ഡൊണാൾഡ് ട്രംപിനെ കുറിച്ചൊക്കെ പറയുന്നു എന്ന് ആളുകൾ പറയുന്നു, നമ്മളല്ല പറയുന്നത്. അങ്ങനെ പറഞ്ഞിങ്ങോട്ട് വരുമ്പോഴുണ്ടല്ലോ, ഇന്ത്യയെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പോലും. 3 സമുദ്രങ്ങൾ ചേർന്ന് നിൽക്കുന്ന, സമുദ്രത്തിൻ്റെ പേര് തന്നെ ഇട്ടിരിക്കുന്ന ഒരു രാജ്യം, ഇന്ത്യൻ മഹാസമുദ്രം, ഇന്ത്യ. ഇനി കേരളത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതാണ് 2 മലകൾ ചേർന്ന് നിൽക്കുന്ന ഡാം. അത് തകരുന്നതിനെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ പലതും നടന്നിട്ടില്ല, ചിലതൊക്കെ നടന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങളുടെ സ്വഭാവത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത്, അദ്ദേഹത്തെ കാണുവാൻ ചെന്ന ആളുകളോട് അദ്ദേഹം പറഞ്ഞു, നാളെ നിങ്ങൾ എന്നെ കാണാൻ വരണ്ട, ഞാനൊരു ദൂരയാത്ര പോവുകയാണ്. പിറ്റേ ദിവസവും ആളുകൾ ചെന്നു. അദ്ദേഹം മരിച്ചു കിടക്കുകയായിരുന്നു, അടക്കം ചെയ്തു. 3700 പ്രവചനങ്ങൾ അടങ്ങിയ ലെസ് പ്രോഫസീസ് എന്ന പുസ്തകം
പുസ്തകം എവിടെയാണ് എന്ന് പരിചാരകനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, കോട്ടിൻ്റെ പോക്കറ്റിൽ കാണും. ശവകുടീരം തുറന്നെടുത്ത് കോട്ടിൻ്റെ പോക്കറ്റിൽ നിന്ന് ആ ഗ്രന്ഥം എടുക്കുമ്പോൾ അതിൽ ആദ്യം എഴുതി വച്ചിരുന്നത് ഞെട്ടിക്കുന്ന വാർത്തയാണ്: ഞാൻ മരിച്ച് ഇത്രാമത്തെ ദിവസം നിങ്ങൾ എൻ്റെ ശവകുടീരം തുറന്ന് കോട്ടിൻ്റെ പോക്കറ്റിൽ നിന്ന് ഈ ഗ്രന്ഥമെടുത്ത് വായിക്കും എന്നുള്ളതായിരുന്നു ആദ്യം കണ്ട പ്രവചനം. ഇത്രയൊക്കെ പറയുമ്പോൾ ഇന്ത്യയെക്കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? 2014 മുതൽ 25 വരെ തുടർച്ചയായി ഒരു ഭരണാധികാരി ഇന്ത്യ ഭരിക്കുമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. മലയാള മനോരമ ഇതെല്ലാം റിപ്പോർട്ട് ചെയ്തിരുന്നു. അതെല്ലാം ശരിയാണെന്നല്ല ഞാൻ പറയുന്നത്, ഞാൻ വേറെ കാര്യത്തിലേക്ക് വരികയാണ്. അദ്ദേഹത്തെ ആദ്യം ആർക്കും കാണാൻ പാടില്ല, പക്ഷെ അവസാനം അദ്ദേഹത്തിൻ്റെ പേരിൽ ആരാധനാലയങ്ങൾ വരെ ഉണ്ടാകുമെന്ന് അദ്ദേഹം തൻ്റെ പ്രവചനത്തിലൂടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. ഇനി കൊറോണയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് 2019 അവസാനത്തോടുകൂടി 2020 ആരംഭത്തോടുകൂടി ലോകം മുഴുവൻ ബാധിക്കുന്ന ഒരു ബാധ ലോകത്തിൽ ഉണ്ടാകുമെന്നും ഈ ബാധയ്ക്ക് മരുന്നുകൾ കണ്ടുപിടിക്കത്തില്ലെന്നും മനുഷ്യനതിനെ പ്രതിരോധിച്ചുകൊണ്ടാണ് അതിനെ ജയിക്കുന്നതെന്നും അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നു. പോകട്ടെ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിലൂടെ അദ്ദേഹം പറഞ്ഞ പല പ്രവചനങ്ങളും പാളിപ്പോയിട്ടുണ്ട്. നീൽ ഗ്രാൻഡിൻ്റെ പല നാടക ചിന്തകളും പാളിപ്പോയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഞാൻ മറ്റൊരു പ്രവചന ഗ്രന്ഥം നിങ്ങളോട് ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു. നീൽ ഗ്രാൻഡിന് പാളിച്ചകൾ സംഭവിക്കാം, നോസ്ത്രദാമസിന്റെ പ്രവചനങ്ങൾക്ക് പാളിച്ചകൾ സംഭവിക്കണമല്ലോ. കാരണം അതൊന്നും ദൈവവിശ്വാസീയമായ ഗ്രന്ഥങ്ങളോ ദൈവം ഇടപെട്ട സംഭവങ്ങളോ ആയിരുന്നില്ല. എന്നാൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശുദ്ധ വേദപുസ്തകം, ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന വിശുദ്ധ ബൈബിൾ, അതും ഒരു പ്രവചന ഗ്രന്ഥമാണ്. അത് നോസ്ത്രദാമസ് പറഞ്ഞതുപോലല്ല, അല്ലെങ്കിൽ നീൽ ഗ്രാൻഡ് പറഞ്ഞതുപോലല്ല. അതിനകത്ത് വളരെ കൃത്യമായി ഇതെല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഏതെല്ലാം പ്രവചനങ്ങൾക്ക് തെറ്റ് സംഭവിച്ചാലും വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ പ്രവചനങ്ങൾക്ക് തെറ്റ് പറ്റുകയില്ലെന്ന് വിശ്വസിക്കുന്നവർക്കായി ഇന്ന് രാത്രി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ആൾ ചോദിക്കും, കൊറോണയെക്കുറിച്ചുണ്ട്? ഉണ്ട്. അത് തപ്പിപ്പിടിക്കാൻ വേണ്ടി അങ്ങോട്ട് നടക്കണമെന്നൊന്നുമില്ല, അത്രയേ ഉള്ളൂ. ഉണ്ട്, അതൊക്കെ ഉണ്ട്. പുറപ്പാട് പുസ്തകം അതിൻ്റെ 12 വരുമ്പോഴുണ്ടല്ലോ, പെസഹ തിന്നുന്ന കാര്യം പറയുമ്പോൾ പച്ചയായിട്ടോ, കണ്ടോ, രക്തത്തോടുകൂടിയോ മാംസം തിന്നരുത് എന്ന് ആ ഭാഗത്ത് കൊടുത്തിരിക്കുന്ന കൊമാഷ് എന്ന് പറയുന്ന വിഭാഗത്തിലെ പദമാണ് നാ കൊറോ. യഹൂദന്മാരുടെ ആലയത്തിലല്ല, വീടുകളിൽ വായിക്കുന്ന കൊമാഷ് എന്ന വിഭാഗത്തിൽ നാ കൊറോ, തിന്നരുത്. തിന്നാലോ പച്ചയായിട്ടോ അതല്ലെങ്കിൽ രക്തത്തോടുകൂടിയോ മാംസം തിന്നരുത്. നാ കൊറോ, അപ്പം തിന്നാലോ തിരിച്ചിടണം, കൊറോണ. അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കാര്യം പിടി കിട്ടിയല്ലോ. അപ്പോൾ തിന്നരുത്, നാ കൊറോ, തിന്നാൽ കൊറോണ. എവിടെ നിന്നാണ് വന്നതെന്നറിയാമല്ലോ, ഈ പച്ചയായിട്ടും രക്തത്തോടുകൂടിയൊക്കെ തിന്നുന്ന ഒരു സ്ഥലം എങ്ങാണ്ടുണ്ടെന്ന് പത്രത്തിലൂടെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അവരത് ഇതുവരെ അംഗീകരിച്ചിട്ടില്ലെങ്കിലും ലോകം മുഴുവൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന സ്ഥലത്തു നിന്നാണ് ഈ സാധനം വന്നിട്ടുള്ളത്. അവിടെ തീറ്റയും കൂടിയും കണ്ടാൽ അറിയാം, വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഇത് പച്ചയായിട്ട് രക്തത്തോടുകൂടിയൊക്കെ തിന്നാൽ രോഗബാധിതരാകുമെങ്കിൽ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവാണ് നമ്മുടെ പെസഹ കുഞ്ഞാട്. അത് ഭക്ഷിക്കുന്നവൻ രോഗബാധിതനായി മാറുകയല്ല, മറിച്ച് അവൻ രോഗത്തിൻ്റെ ബന്ധനങ്ങൾ അഴിയുകയാണ് ചെയ്യുന്നത്. വേദപുസ്തകത്തിൻ്റെ ആദ്യ പുസ്തകമായ പുറപ്പാട് പുസ്തകത്തിനകത്ത് അത് കഠിന വ്യാധി രേഖപ്പെടുത്തിയിരിക്കുന്നു, മഹാവ്യാധി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി വേദപുസ്തകത്തിൻ്റെ ഒടുവിലത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിൻ്റെ 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് അത് മഹാവ്യാധിയായി മാറുന്നത്. അപ്പോൾ വേദപുസ്തകത്തിൻ്റെ ആദ്യ പുസ്തകത്തിൽ കഠിനവ്യാധി, അവസാന പുസ്തകത്തിൽ മഹാവ്യാധി. എന്നാലും ചിലക്കങ്ങടെ തൃപ്തിയാവില്ല. അപ്പോൾ അവർ പറയും, അല്ല അത് പിന്നെ ഇപ്പം അതിനെ വിളിക്കുന്ന മഹാമാരി എന്ന കൃത്യമായിട്ടുണ്ടോ? അതുകൊണ്ടല്ലോ 91-ാമത്തെ സങ്കീർത്തനത്തിനകത്തുണ്ട്, പ്രവാചക പുസ്തകങ്ങളിനകത്തുണ്ട്, കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആദ്യ പുസ്തകത്തിലെ മഹാവ്യാധി, വെളിപ്പാട് പുസ്തകത്തിലെ കഠിനവ്യാധി, സങ്കീർത്തനം വരുമ്പോൾ അതിന് മഹാമാരി. ലോകം ഇന്ന് പേരിട്ട് വിളിക്കുന്ന ഈ മഹാമാരി വേദപുസ്തകം വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ഞങ്ങൾ വ്യാകുലപ്പെടാത്തത്, ആശങ്കപ്പെടാത്തത്, ഞങ്ങൾ അതിനെക്കുറിച്ച് പരിഭ്രമിക്കാത്തതിൻ്റെ കാരണം ഇതെല്ലാം ലോകത്തിൽ സംഭവിക്കുമെന്ന് വേദപുസ്തകം വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. 4-ാമത്തെ ചിന്തയിലേക്ക് ഞാൻ വരാം. എന്താണ് 4-ാമത്തെ ചിന്ത?
പ്രസംഗകരും പ്രഭാഷകരും പ്രവാചകന്മാരും എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ മലയാളക്കര ഇതിൻ്റെയൊക്കെ ഒരു കൂടാരമാണ് എന്ന് വേണമെങ്കിൽ പറയാം. 2020 പ്രസംഗിച്ച പ്രവചിച്ച ധാരാളം ആളുകളുടെ പ്രവചനങ്ങൾ ചീറ്റിപ്പോയതൊക്കെ നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാകും. ഞാൻ അതിനെക്കുറിച്ചൊന്നുമല്ല പറയാൻ നിൽക്കുന്നത്. അങ്ങനെ കുറച്ച് വ്യാപാരി സുഹൃത്തുക്കളൊക്കെ കേരളത്തിനകത്തുണ്ട്. ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. കേരള വ്യാപാരി ഏകോപന സമിതി എന്ന് പറഞ്ഞതുപോലെ ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും ബിസിനസ്സാക്കി കൊണ്ടു നടക്കുന്ന ആളുകൾക്ക് ഓരോ വർഷവും ഡിസംബർ 31 എന്തെങ്കിലും പടക്കം പൊട്ടിച്ചേ പറ്റത്തുള്ളൂ. നമുക്കങ്ങനെ പടക്കം പൊട്ടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവമാണ്. 2020 പുഷ്പവൃഷ്ടിയും അതും ഇതും അനുഗ്രഹവും വീട്ടിനകത്തോട്ട് അനുഗ്രഹമൊക്കെ പറഞ്ഞവരൊന്നും ഇപ്പം കാണാനില്ല. ഷട്ടർ അടച്ചു, അവർ ബിസിനസ് ഇപ്പം നിർത്തിവെച്ചിരിക്കുകയാണ്. പക്ഷേ ഒരു കാര്യം എനിക്കറിയാം, ഈ 10 മാസവും ഷട്ടർ തുറന്ന സ്ഥലങ്ങൾ ഉണ്ട്. ആരാധനാലയങ്ങൾ അടയ്ക്കപ്പെട്ടപ്പോൾ ഈ ഒരു സഭയെ തന്നെ ചിന്തിച്ചു. ഒരു സഭയ്ക്കകത്ത് ഒരു പള്ളി അടച്ചപ്പോൾ ആ പള്ളിയിൽ വരുന്ന 20 കുടുംബങ്ങളും പള്ളികളായി മാറ്റുവാൻ ദൈവം സഹായിച്ചു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഏത് പ്രതികൂലങ്ങളിലും ദൈവത്തിൻ്റെ സഭയ്ക്ക് പാതാള ഗോപുരങ്ങൾക്ക് മീതെ ഒരു വളർച്ചയുണ്ടെന്ന് മനസ്സിലാക്കണം. അനേക പ്രഭാഷകർ പറഞ്ഞു 2020 മുതൽ ഇവിടെ കഷ്ടകാലമാണ്, യേശു വരാറായി. യേശു വരാറായത് ഞാൻ എത്ര കൊല്ലമായി പ്രസംഗിക്കുന്നു. കഴിഞ്ഞ വർഷം എൻ്റെ ബഹുമാന്യ സുഹൃത്ത് സജു ചാത്തന്നൂർ അടക്കമുള്ളവർ 2020 ഇവിടെ ഫ്ലൈറ്റ് ഓടത്തില്ല, ഇവിടെ ബസ് ഓടത്തില്ല, ട്രെയിൻ ഓടത്തില്ലെന്ന് പറഞ്ഞു. കമ്പ്യൂട്ടറിലെ വാനാക്രൈൻ ആൻഡ് വൈറസ് ബാധയാണ് അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, ലോകത്തിൽ ആരുണ്ട് ഇത്ര ധൈര്യത്തോടെ ഫ്ലൈറ്റ് ഓടത്തില്ല, ഇവിടുത്തെ ട്രെയിൻ ഓടത്തില്ല, ബസ്സുകൾ ഓടത്തില്ല എന്നൊരു ഉപദേശിക്ക് പറയണമെങ്കിൽ ആ ഉപദേശത്തിൽ വ്യാപരിക്കുന്ന ദൈവകൃപ എന്താണെന്ന് ലോകം ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. മഴ പെയ്യാൻ നേരത്തെ നോഹ ഒരു കാര്യം പറഞ്ഞു, മഴ പെയ്യാൻ പോവുകയാണ്. ആളുകൾ പറഞ്ഞു ഇവരുടെ തലയ്ക്ക് കിറുക്കാണ്. കാരണം എണ്ണ തേച്ച് കൂടി 2-3 ഭംഗിയായി ചെയ്തിടുകിൽ കുറേയൊക്കെ മാറും. ഈ ചെറുപറ പറയിലും പറച്ചിലും മനുഷ്യനായാലും മണ്ടയിൽ തലച്ചോറ് വേണ്ടേ. കാരണം മഞ്ഞു പൊങ്ങിയാണ് ഭൂമിയെ നനച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇതുവരെ കാണാത്തൊരു കാര്യം സംഭവിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവൻ നോഹയെ ഭ്രാന്തനായി മുദ്രകുത്തി. ഞങ്ങൾ പറയുന്നു കാഹളം ധ്വനിക്കും, മേഘപാളികൾ പ്രവർത്തിക്കൊണ്ട് യേശുക്രിസ്തു ഭൂമിയിലേക്ക് വരും, ദൈവസഭ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും, ഇവിടെ യേശുക്രിസ്തുവിന്റെ ഭരണമുണ്ടാകും, സ്വർഗവും നരകവും വേർതിരിക്കപ്പെടും. ഇതൊക്കെ പെന്തിക്കോസിലെ ഉപദേശിമാര് പ്രസംഗിക്കുമ്പോൾ നടക്കാത്ത കാര്യമാണെന്ന് പറയുന്നവരെ ഞങ്ങൾ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ സംഭവിക്കും എന്ന് പറയുന്ന ഒരൊറ്റ കാര്യവും ഇതുവരെ നടക്കാതിരുന്നിട്ടില്ല, ഇനിയൊട്ടും നടക്കാതിരിക്കുകയുമില്ല. ഇന്ന് രാത്രി നിങ്ങളുടെ കരങ്ങളൊന്ന് ചേർത്തടിച്ച് പറയണം, വേദപുസ്തകം പറയുന്ന മുഴുവൻ കാര്യങ്ങളും അച്ചിട്ടതുപോലെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, ഇനിയും സംഭവിക്കുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവരെയും ഒന്നുകൂടെ പറഞ്ഞ് ഈ പ്രസംഗത്തിൻ്റെ കൺക്ലൂഷനിലേക്ക് വരുവാൻ എനിക്ക് സമയം വേണമല്ലോ. ഞാൻ പറഞ്ഞു, ഒന്ന്, മെഡിക്കൽ സയൻസ് പറയുന്നു മാരകമായ രോഗപ്രശ്നങ്ങൾ ലോകത്തിലുണ്ടാകും, മുന്നറിയിപ്പായിരുന്നു, നമ്മൾ അവഗണിച്ചു. 2, ചരിത്രം നൂറ്റാണ്ടുകൾ പറഞ്ഞു ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകും. 3, ഇതിഹാസ പുരുഷന്മാരും ദാർശനികന്മാരെന്ന് നിങ്ങൾ വിളിക്കുന്നവർ പറഞ്ഞു ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകും. 4, ഞങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റ ഉപദേശിമാർ പറഞ്ഞു, പ്രസംഗകർ പറഞ്ഞു, പ്രവാചകന്മാർ പറഞ്ഞു ഈ ലോകരാജ്യം അസ്തമിക്കാറായി, മറ്റൊരു ലോകരാജ്യം ഇവിടെ ആഗമിക്കാറായി. ആരും ചെവിക്കൊണ്ടില്ല. 5ാമത്തെ മുന്നറിയിപ്പൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മെഡിക്കൽ സയൻസ് നൽകിയ മുന്നറിയിപ്പ് നിങ്ങൾ തള്ളിക്കളഞ്ഞാൽ വലിയ കുഴപ്പം വന്നില്ല, കൊറോണയെ വന്നുള്ളൂ. നൂറ്റാണ്ടുകൾ ചരിത്രം മുന്നറിയിപ്പ് തള്ളിക്കളഞ്ഞു. ഇതിഹാസ പുരുഷന്മാർ മുന്നറിയിപ്പുകൾ നിങ്ങൾ തള്ളിക്കളഞ്ഞു. ഇവിടുത്തെ ഉപദേശിമാരും പ്രഭാഷകരും പറഞ്ഞു മുന്നറിയിപ്പുകൾ തള്ളിക്കളഞ്ഞു. പക്ഷേ COVID-19 മറ്റൊരു മുന്നറിയിപ്പാണ്. അത് മറ്റൊന്നുമല്ല, യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിൻ്റെ ക്ലൈമാക്സിൻ്റെ മുന്നറിയിപ്പാണ് COVID-19. എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നു? ഒരു തെളിവിലേക്ക് ഞാൻ വരാം. ഈ കർത്താവായ യേശു ഇവിടെ ഈ എതിർ ക്രിസ്തു രംഗപ്രവേശം ചെയ്യണമെങ്കിൽ 10 രാജ്യങ്ങളുടെ നേതാവായിട്ടാണ് എതിർ ക്രിസ്തു രംഗപ്രവേശനം ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ അവ കടക്കുന്നില്ല. 10 രാജ്യങ്ങളുടെ നേതാവായിട്ടാണ് എതിർ ക്രിസ്തു രംഗപ്രവേശനം ചെയ്യേണ്ടത്. നിങ്ങൾ പറ, ഇപ്പം ഈ ഒരാളിങ്ങോട്ട് വന്നിട്ട് ഞാനാണ് നേതാവെന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് രാജ്യക്കാരാണ് അംഗീകരിക്കണത്? അങ്ങനെയാണെങ്കിൽ പിന്നെ ചൈനയ്ക്ക് ഇവിടെ അതിർത്തിയിൽ യുദ്ധം ഉണ്ടാകും, ഇന്ത്യക്കാർ പാകിസ്ഥാൻ്റെ അതിർത്തിയിൽ യുദ്ധം ഉണ്ടാകുമോ? ഉണ്ടാവില്ല. അപ്പോൾ ഒരു നേതാവ് വന്നിട്ട് ഞാനാണ് ലോകത്തിൻ്റെ പോലീസുകാരൻ എന്ന് അമേരിക്ക പറഞ്ഞു തരുന്നത് നമ്മൾ അംഗീകരിക്കണമെന്നുണ്ടോ? ഇല്ല.
അതുകൊണ്ട് 10 രാജ്യങ്ങൾ, ഇനി 10 രാജ്യങ്ങൾ, ലിത്വാനിയോ സുഡാനോ പിന്നെ എസ്തേറിന്, ഈ 10 രാജ്യങ്ങൾ ഒരാളെ നേതാവായിട്ട് അംഗീകരിച്ചിട്ടും മറ്റു രാജ്യങ്ങൾക്ക് എന്ത് സംഭവിക്കാനാണ്? അപ്പോൾ ഈ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 രാജ്യങ്ങൾ വേണം ഒരാളെ നേതാവായിട്ട് അംഗീകരിക്കാൻ. അമേരിക്ക ലോകത്തിൻ്റെ നേതാവാണെന്ന് പറഞ്ഞ് നമ്മൾ അംഗീകരിക്കത്തില്ല. അങ്ങനെ ഒരു സാഹചര്യം നിലവിലിരിക്കെ ഇപ്പോഴത്തെ സാഹചര്യം നിങ്ങളത് വായിച്ചു നോക്കുക പ്രിയപ്പെട്ടവർ. ലോകത്തിൽ ഏറ്റവും സാമ്പത്തിക ശക്തിയുള്ള, സൈനിക ശക്തിയുള്ള, സമ്പദ് ശക്തിയുള്ള ഒരു 10 രാജ്യങ്ങളുടെ പട്ടിക എടുത്താൽ ആ 10 രാജ്യങ്ങളും ഇപ്പോൾ തലപൊക്കാൻ വയ്യാതെ കോവിഡ് പിടിച്ച് കിടപ്പാണ്. മലയാള മനോരമ പത്രം നിങ്ങൾ വായിച്ചു നോക്ക്. കോവിഡ് ബാധിച്ച് പിടിവിട്ട 10 രാജ്യങ്ങൾ, മുൻപിൽ നിൽക്കുന്ന 10 രാജ്യങ്ങൾ. നമ്പർ 1 അമേരിക്കയിലേക്ക് വരാം. തൊട്ടുപിറകെ ഇന്ത്യയും റഷ്യയും മത്സരിച്ചുകൊണ്ടിരിക്കുന്നു. റഷ്യയുണ്ട്, ജർമ്മനിയുണ്ട്, ഫ്രാൻസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ലോകത്തിൽ സൈനിക ശക്തിയുള്ള, സാമ്പത്തിക ശക്തിയുള്ള 10 രാജ്യങ്ങളുടെ പട്ടിക പത്രം രേഖപ്പെടുത്തിയിട്ട് പറയുകയാണ്, ഇതുങ്ങൾക്കൊന്നും ഇപ്പോൾ തലപൊക്കാനായിട്ട് പറ്റത്തില്ല. അമേരിക്കയിൽ 2 ലക്ഷം ആളുകളാണ് പെർ ഡേ രോഗികളായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ വേദപുസ്തകം പറയുന്ന പോലെ ഇപ്പോഴെങ്ങാനും സമാധാനമെന്ന് പറഞ്ഞുകൊണ്ട് ആഗോള വ്യാപകമായി ഉടലെടുത്തിരിക്കുന്ന അന്താരാഷ്ട്ര ഈ പ്രശ്നത്തിന് പരിഹാരം പറഞ്ഞുകൊണ്ട് ഒരു നേതാവ് രംഗത്ത് വരുമെന്ന് വേദപുസ്തകത്തിനകത്തുണ്ട്. അതുകൊണ്ട് ഇപ്പോഴെങ്ങാനും എതിർക്രിസ്തു രംഗത്തേക്ക് വന്നാൽ ഈ 10 രാജ്യങ്ങളും അത് സമ്മതിക്കാനും അംഗീകരിക്കാനുള്ള സാധ്യത ഇല്ലേ എന്ന് വാസ്തവത്തിൽ ലോകം ചിന്തിക്കണം. ദൈവമക്കളും വാസ്തവത്തിൽ ചിന്തിച്ചു നോക്കേണ്ടതാണ്. അങ്ങനെ സംഭവിച്ചാൽ എതിർക്രിസ്തു ലോകത്തിലേക്ക് കൊണ്ടുവരുന്ന 10 കാര്യപരിപാടികളാണ്: ഏകലോക ഭാഷ, ഏകലോക മതം, ഏകലോക പൗരത്വം, ഏകലോക കറൻസി, ഏകലോക ആരാധന, ഏകലോക ബൈബിൾ തുടങ്ങിയിട്ടുള്ള 10 പദ്ധതികൾ. ബൈബിൾ മാത്രം ഒഴിവാക്കിക്കൊണ്ട് ലോകത്തിൻ്റെ മറ്റ് പല മതഗ്രന്ഥങ്ങളും ചേർത്ത് വെച്ച് ബൈബിൾ രംഗപ്രവേശനം ചെയ്തു കഴിഞ്ഞു. 2 വർഷങ്ങൾക്ക് മുമ്പ് ദുബായിൽ വെച്ച പോപ്പിൻ്റെ അധ്യക്ഷതയിൽ സർവ്വലോക മതസമ്മേളനം നടന്നു കഴിഞ്ഞു. ചൈന ഡിജിറ്റൽ കറൻസി രംഗത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞു. ഏകലോക ഭാഷ, ഇംഗ്ലീഷ് കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുന്നു. എതിർക്രിസ്തു രംഗപ്രവേശനം ചെയ്താൽ അവൻ ഭരിക്കുമ്പോൾ നടപ്പിൽ വരുത്തേണ്ട 10 കാര്യപരിപാടികൾ 10 ഏകദേശം നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ കൊറോണയുടെ കാലഘട്ടത്തിലെങ്ങാനും എതിർക്രിസ്തുവിന് രംഗപ്രവേശനം ഉണ്ടായാൽ അതിന് തൊട്ടു മുൻപ് നടക്കേണ്ടതാണ് 3-ാം ലോകമഹായുദ്ധം. അതാണ് റഷ്യയും ഇസ്രായേലും തമ്മിൽ നടക്കേണ്ടത്. ഹെഗസ്കേൽ 38-ാമത്തെ അധ്യായം അതിൻ്റെ നാന്ദി കുറിച്ചുകൊണ്ടാണ് ചൈനയിൽ അതിർത്തിയിൽ, ഇന്ത്യയുടെ അതിർത്തിയിൽ ചില സമ്പർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്, സ്പാർക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാം ഇടയിൽ നടക്കുന്ന ഒരു കാര്യമുണ്ട് പ്രിയപ്പെട്ടവരെ, എതിർക്രിസ്തു രംഗപ്രവേശനം ചെയ്തതിന് മുൻപ് 3-ാം ലോകമഹായുദ്ധം നടക്കണം. 3-ാം ലോകമഹായുദ്ധം ആരംഭിച്ച ഉടനെ നടക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ വരണം. ദൈവസഭ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടണം. വിശ്വസിക്കുന്ന ഒരു സ്വത്രം പറയാമോ ദൈവമക്കളെ? അതുകൊണ്ട് 3-ാം ലോകമഹായുദ്ധം പടിവാതിൽക്കൽ ആയിരിക്കുന്നു. എതിർക്രിസ്തു പടിവാതിൽക്കൽ ആയിരിക്കുന്നു. രാജ്യങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിനർത്ഥം യേശു വാനമേഘങ്ങളിൽ വരുവാൻ സമയമായിരിക്കുന്നു. സഭ ഇവിടെ നിന്ന് മാറിപ്പോകുവാൻ സമയമായിരിക്കുന്നു. ഈ COVID-19 വിളിച്ചു പറയുന്നത് യേശുവിന്റെ പുനരാഗമനത്തിന്റെ ക്ലൈമാക്സ് ആണ് എന്ന് ഇന്ന് രാത്രിയിൽ വിളിച്ചു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നു കഴിയുമ്പോൾ സഭ മാറ്റപ്പെടുന്ന കൂട്ടത്തിൽ താങ്കൾ എടുക്കപ്പെടുമോ എന്നുള്ളതാണ് ഇന്ന് രാത്രി ചിന്തിക്കേണ്ടത്. 2000 വർഷങ്ങൾക്ക് മുൻപ് മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഈ ലോകത്തിലേക്ക് വേഷത്തിൽ മനുഷ്യനായി അവതരിച്ച ക്രൂശിൽ മരിച്ച് യേശുക്രിസ്തു അടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. ആ യേശുവിൻ രാജ്യത്തിന് വേണ്ടി ഈ ലോകരാജ്യം അസ്തമിച്ചേ മതിയാകുകയുള്ളൂ. നമുക്ക് നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. ഒരു നിമിഷം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം ദൈവത്തിന്റെ മുൻപാകെ. ഇന്ന് രാത്രിയിൽ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ നിന്ന്, ഭൂതലത്തിലെങ്ങും വരുവാൻ പോകുന്ന പരീക്ഷാകാലത്ത് നിന്ന് നിന്നെ ഞാൻ കാക്കും. നമ്മെ കാത്തതാരാണ് പ്രിയപ്പെട്ടവരെ? ബങ്കറുകൾ കണ്ടുപിടിച്ച് പടയാളികൾക്ക് മറയുവാൻ അമേരിക്കൻ സൈന്യം ഒരുപക്ഷെ കണ്ടുപിടിച്ചിട്ടുണ്ടാകാം. റഷ്യൻ പടയാളികൾക്ക് മറയുവാൻ കോക്കസ് എന്ന് പറയുന്ന പാറക്കെട്ടുകളാണ് അവർ കണ്ടുപിടിച്ചത്. ഇന്ത്യൻ പടയാളികൾ മറയുന്നത്
കാർഗിൽ മലനിരകളിലാണ്. അമേരിക്കൻ പടയാളികൾക്ക് മറയുവാൻ ബങ്കറുകളുണ്ട്, റഷ്യൻ പടയാളികൾക്ക് മറയുവാൻ കോക്കസ് പാറകളുണ്ട്, ഇന്ത്യൻ പടയാളികൾക്ക് മറയുവാൻ കാർഗിൽ മലനിരകളുണ്ട്. കഴിഞ്ഞ 10 മാസം ഞാനും നിങ്ങളും മറഞ്ഞത് ബങ്കറുകളിൽ അല്ല, കോക്കസ് പാറകളിൽ അല്ല, കാർഗിൽ മലനിരകളിൽ അല്ല. കരങ്ങൾ ചേർത്തടിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറ, അത്യുന്നതന്റെ മറവിലാണ് ഞാൻ മറഞ്ഞത്. സർവശക്തനായ ദൈവത്തിന്റെ നിഴലിന്റെ കീഴിലാണ്, ആ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ ചിറകിലാണ് മറഞ്ഞത്. അതുകൊണ്ട് പറയട്ടെ, ഈ COVID-19 കാലഘട്ടത്തിലും നിന്നെ രക്ഷിക്കുവാൻ ക്രൂശിൽ നിന്നും പാഞ്ഞൊഴുകുന്ന യേശുക്രിസ്തുവിന്റെ രക്തത്തിനല്ലാതെ മറ്റൊരു രക്തത്തിനും കഴിവില്ലെന്ന് മനസ്സിലാക്കണം. എല്ലാവരും പറഞ്ഞു, ഞങ്ങളും പറഞ്ഞു മാസ്ക് ഇടണം, കാരണം പരദൂഷണവും കുശുമ്പും കുണ്ടായ്മയും പുറത്തു വരാതിരിക്കാൻ മാസ്ക് ഇടണമെന്ന് പണ്ടേ പറഞ്ഞത് ഞങ്ങളാ. മാസ്ക് എന്ന മലയാള വാക്കിന് പര്യായപദം കണ്ടുപിടിക്കുകയാണ് ഇവിടുത്തെ ആളുകൾ. എന്തൊക്കെയോ പറഞ്ഞാണ് വരുന്നത്. മാസ്കൊക്കെ ബൈബിളിലുണ്ട്. മുഖക്കൊട്ട കണ്ടിട്ടില്ലേ നിങ്ങൾ? അത്രേ ഉള്ളൂ, നമ്മൾ കണ്ടവാനൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല. മുഖക്കൊട്ട. അപ്പോൾ ഒന്ന് പ്രിയപ്പെട്ട, ഈ മുഖക്കൊട്ടയും ഒന്നുമല്ല നമ്മെ രക്ഷിച്ചത്. 10 തുള്ളി സാനിറ്റൈസർ കയ്യിൽ പുരട്ടിയത് കൊണ്ടല്ല ഇന്ന് രാത്രി ജീവനോടെ നിൽക്കുന്നത്. 10 രൂപയുടെ മാസ്ക് മുഖത്ത് കെട്ടിയത് കൊണ്ടല്ല ഇന്ന് രാത്രി ഇവിടെ നിൽക്കുന്നത്. 1 മീറ്റർ അകലം നീ നിന്നത് കൊണ്ടല്ല ഇന്ന് രാത്രി ഇവിടെ നിന്നത്. ഇതൊക്കെ മറികടന്ന് PPE കിറ്റ് വരെ ധരിച്ച ഡോക്ടർമാർ വരെ മരണത്തിന് കീഴടങ്ങിയപ്പോൾ 10 മാസം ഞാൻ നിങ്ങൾ ജീവനോടെ ഇരിക്കുന്നെങ്കിൽ അത് ദൈവത്തിന്റെ കൃപയാണ്, കുഞ്ഞാന്റെ രക്തമാണ് എന്ന് വിശ്വസിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഭൂതത്തെ പരീക്ഷാകാലത്ത് നിന്നെ കാക്കുവാൻ യേശുവിന്റെ രക്തമല്ലാതെ മറ്റൊന്നില്ല എന്ന് ഇന്നത്തെ ഉറപ്പിച്ച് പറയുകയാണ്. 2.5 ലക്ഷം കുടുംബങ്ങളിൽ 2.5 ലക്ഷം കുഞ്ഞാടുകൾ അറുക്കപ്പെട്ട് കടിവാളോളം രക്തപ്പുഴ ഒഴുകിയിട്ടും ഇസ്രായേൽ ഒരു കുടുംബത്തിൽ ഒരു കുഞ്ഞും നഷ്ടപ്പെട്ടില്ല. കാരണം തിന്ന അപ്പമല്ല, കയ്യിൽ പിടിച്ച വടിയല്ല, അരക്ക് കെട്ടിയ തോൽവാറുമല്ല, ധരിച്ച ചെരുപ്പുമല്ലായിരുന്നു, കട്ടളക്കാലിന്മേലും കുറുമ്പടിമേലും പുരട്ടിയ രക്തമായിരുന്നു വിടിവിച്ചത്. ഇന്ന് രാത്രി ഞങ്ങൾ പറയുന്നു, യേശുക്രിസ്തുവിൻ്റെ രക്തമല്ലാതെ പാപങ്ങൾക്കൊരു മോചനമില്ല. യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ യാഗമല്ലാതെ താങ്കളുടെ അകൃത്യങ്ങൾക്കൊരു മോചനമില്ല. ഈ COVID-19 നിന്ന് വിടുവിക്കുവാനും യേശുവിന്റെ രക്തമല്ലാതെ മറ്റൊരു മരുന്നില്ല ലോകത്തിൽ. നമുക്ക് നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. ഇന്ന് രാത്രിയിൽ എത്ര പേർ ആ നെഞ്ചിൽ, സ്വന്തം നെഞ്ചിൽ നിന്ന് കൈവച്ച് പറയും, പ്രാർത്ഥിക്കും, കർത്താവേ, യേശുവിൻ്റെ രക്തത്തിന് മാത്രമേ എന്നെ വിടുവിക്കുവാൻ കഴിയുള്ളൂവെങ്കിൽ ഈ COVID-19 മറ്റും 3-ാം ലോക മഹായുദ്ധത്തിന് കളമൊരുന്നെങ്കിൽ അതിൻ്റെ മുന്നോടിയായി തൊട്ടു മുൻപ് കർത്താവ് തൻ്റെ സഭയെ ചേർക്കുവാൻ വരുമെങ്കിൽ ഈ മുന്നറിയിപ്പുകൾ അവഗണിക്കാതെ കർത്താവിന് വേണ്ടി നിൽക്കാൻ, കർത്താവിനോട് പാപങ്ങൾ ഏറ്റുപറയാൻ, ജീവിക്കാൻ എന്നെ സഹായിക്കണമേ എന്ന് ആര് പ്രാർത്ഥിക്കും ഇന്ന് ഈ രാത്രിയിൽ? കർത്തൻ വരവിനായി കാത്തിരിക്കുന്നേ ഞാൻ, കർത്തൻ വരവിനായി കാത്തിരിക്കുന്നേ ഞാൻ, കാരുണ്യവാരിധേ കാണുവാൻ വെമ്പുന്നേ, കാരുണ്യവാരിധേ കാണുവാൻ വെമ്പുന്നേ, കാലങ്ങൾ ദീർഘമാക്കല്ലേ, ഇനിയും കാലങ്ങൾ ദീർഘമാക്കല്ലേ, കാലങ്ങൾ ദീർഘമാക്കല്ലേ, ഇനിയും കാലങ്ങൾ ദീർഘമാക്കല്ലേ. രാജാതിരാജൻ വാരുന്നിതാ, തൻ്റെ വിശുദ്ധരെ ചേർത്തിടുവാൻ. രാജാതിരാജൻ വാരുന്നിതാ, തൻ്റെ വിശുദ്ധരെ ചേർത്തി. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അപ്പാ, ഈ COVID-19 അങ്ങയുടെ വരവിൻ്റെ ലക്ഷണമല്ലാതെ മറ്റൊന്നല്ല എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഇന്ന് രാത്രിയിൽ ഈ രോഗത്തിൽ നിന്ന് വിടുവിക്കണം എന്ന് മാത്രമല്ല, ഈ ലോകത്തിൽ നിന്ന് തന്നെ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ 2000 വർഷം മുൻപ് ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച കർത്താവിലേക്ക് നോക്കുന്നു. ആ ക്രൂശിൽ രക്തമല്ലാതെ, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവല്ലാതെ ഞങ്ങൾ വിടുവിപ്പാൻ ആരുമില്ല തിരിച്ചറിഞ്ഞ് കർത്താവിൻ്റെ രക്ഷിതാവും കർത്താവുമായി
സ്വീകരിക്കുന്നവർക്കായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒപ്പം കഴിഞ്ഞ ഈ ഒരു വർഷം ഞങ്ങളെ വിടുവിച്ച ദൈവകൃപയോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ വരവിനായി ഒരുങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണം. വചനം കേട്ടവർക്കായിട്ട് നന്ദി. മുന്നറിയിപ്പുകളെ അവഗണിക്കാതിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.